ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ തിരിക്കുകയാണ്. നമ്മൾ നിരന്തരമായി ഞായറാഴ്ചകളിൽ 2 തിമോത്തിയോസിൻ്റെ ലേഖനം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 2 തിമോത്തിയോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 15 മുതൽ 18 വരെയുള്ള വചനങ്ങളാണ് ചിന്തിക്കുവാനായിട്ട് കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നത്. ഈ ലേഖനത്തിൽ വളരെ പ്രധാനപ്പെട്ട ദൂതുകളാണ് അപ്പോസ്തലനായ പൗലോസ് ഏറ്റവും അവസാനമായി പറഞ്ഞ വാക്കുകളാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് പ്രാർത്ഥനയോടെയും ശ്രദ്ധയോടെയും ഇരിക്കുവാൻ ഞാൻ കർത്തൃനാമത്തിൽ അപേക്ഷിക്കുകയാണ്. ഞാൻ വേദഭാഗം ഒന്ന് പരസ്യമായിട്ട് വായിക്കാം. ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ടുപോയി കളഞ്ഞു എന്ന് നീ അറിയുന്നുവല്ലോ. ഫുഗലോസും ഹെർമഗനേസും ആ കൂട്ടത്തിൽ ഉള്ളവർ ആകുന്നു. പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനെസിഫൊറസിന്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ. അവൻ എൻ്റെ ചങ്ങലയെക്കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമയിൽ എത്തിയ ഉടനെ താല്പര്യത്തോടെ എന്നെ തിരഞ്ഞ് കണ്ടെത്തുകയും ചെയ്തു. ആ ദിവസത്തിൽ കർത്താവിൻ്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് അവന് സംഗതി വരുത്തട്ടെ. എഫെസോസിൽ വെച്ച് അവൻ എനിക്ക് എന്തെല്ലാം ശുശ്രൂഷ ചെയ്തു എന്ന് നീ നല്ലവണ്ണം അറിയുന്നുവല്ലോ. ഈ വേദഭാഗം മനസ്സിലാക്കാൻ നമ്മൾ ഇതുവരെ ചിന്തിച്ച വേദഭാഗങ്ങളുമായിട്ട് ഇതിന് നല്ല ബന്ധമുണ്ട്. ആ ബന്ധത്തെക്കുറിച്ചാണ് ആദ്യം 2 വാക്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. 17-ാം വാക്യം ഞാനിത് വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അവൻ എൻ്റെ ചങ്ങലയെക്കുറിച്ച് ലജ്ജിക്കാതെ ഒനെസിഫൊറസിനെ കുറിച്ച് പറയുകയാണ്. അതും 8-ാം വാക്യം നമ്മൾ ഇതിനോടകം ധ്യാനിച്ചിട്ടുള്ളതാണ്. 8-ാം വാക്യത്തിൽ തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നത്, അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ സാക്ഷ്യത്തെയും അവൻ്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്കൊത്തവണ്ണം നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. അപ്പൊ ഇതിൻ്റെ തീം എന്ന് പറയുന്നത് ലജ്ജിക്കരുത്. യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് ലജ്ജിക്കരുത്. ഇപ്പോൾ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസിനെ കുറിച്ചും ലജ്ജിക്കരുത്. ഇത് തമ്മിലുള്ള ബന്ധം ഞാൻ പറഞ്ഞുകൊള്ളാം. അപ്പൊ ഇതാണ് മേൽ പറഞ്ഞ ധ്യാനിച്ച വാക്യങ്ങളുമായിട്ടുള്ള ബന്ധം. ഇപ്പോൾ ഈ 15 മുതൽ 18 വരെയുള്ള വചനങ്ങളിൽ ലജ്ജിച്ച് പിന്മാറിപ്പോയവരെ കുറിച്ചും അതുപോലെ ലജ്ജിക്കാതെ നേരെ നിന്ന ഒനെസിഫൊറസിനെ കുറിച്ചും ഒക്കെ പൗലോസ് പറയാൻ കാരണം തിമോത്തിയോസ് ആടി നിൽക്കുകയാണ്. തിമോത്തിയോസിനെ ധൈര്യപ്പെടുത്തണം, നീ ലജ്ജിക്കരുത്. അതിനു വേണ്ടിയാണ് ഈ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഇവിടെ വായിച്ചത് മേൽ പറഞ്ഞ വാക്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആ പ്രധാനപ്പെട്ട ലിങ്കാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ലജ്ജിക്കരുത്, അതാണ് വിഷയം. അപ്പൊ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ഒനെസിഫൊറസ് എന്ന് പറയുന്ന ആ വ്യക്തിത്വം പൗലോസ് ഈ കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. പക്ഷേ മറ്റു പലർക്കും പൗലോസിനോട് അടുക്കാനും ഐഡന്റിഫൈ ചെയ്യാനും കഴിയാതെ ഇരിക്കുമ്പോൾ ഒനെസിഫൊറസ് ധൈര്യത്തോടെ അദ്ദേഹത്തെ ചെന്ന് ശുശ്രൂഷിക്കുകയാണ്. കാലഘട്ടം വളരെ മോശമാണ്. പൗലോസിന്റെ കൂടെ ഐഡന്റിഫൈ ചെയ്താൽ ചിലപ്പോൾ സ്വന്തം ജീവന് പോലും അപായം വരും. ആ സമയത്താണ് ആസ്യയിലുള്ളവരെല്ലാം കൈവിട്ടത്. പക്ഷെ ഈ ഒരു മനുഷ്യൻ ഒരു ശേഷിപ്പെന്നതുപോലെ ധൈര്യത്തോടെ നിന്ന് അപ്പോസ്തലനെ ശുശ്രൂഷിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് പൗലോസ് വളരെ സന്തോഷത്തോടെ തിമോത്തിയുടെ ധൈര്യത്തിനായി എടുത്തു പറയുകയാണ്.
11 വാക്യത്തിലും ഇതുമായിട്ടുള്ള ലിങ്കുണ്ട്. ലജ്ജിക്കാത്തവരുടെ കൂട്ടത്തിൽ പൗലോസ് ആദ്യം പൗലോസിന്റെ സാക്ഷ്യം തന്നെ പറഞ്ഞ് തിമോത്തിയോസിനെ ബലപ്പെടുത്തിയിരുന്നു. നമ്മളതൊക്കെ ചിന്തിച്ചിട്ടുള്ളതാണ്. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചുമിരിക്കുന്നു. അപ്പൊ 8-ാം വാക്യം, 11-ാം വാക്യം, 17-ാം വാക്യം, ഇവിടുത്തെ എല്ലാം മെയിൻ വിഷയം തിമോത്തിയോട് പറയുന്നത് ഡോണ്ട് ബി അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ. ഈ പാസേജിൽ 15 മുതൽ ഉള്ള ഈ പാസേജിൽ 2 ഗ്രൂപ്പുകളെയാണ് പൗലോസ് തൻ്റെ ഈ പ്രമേയം അവതരിപ്പിക്കാനായി എക്സാമ്പിളായി എടുക്കുന്നത്. 2 ഗ്രൂപ്പുകൾ. 15-ാമത്തെ വാക്യത്തിൽ ആസ്യയിൽ ഉള്ള എല്ലാവരും, പ്രത്യേകിച്ച് ചിലരുടെ പേര് എടുത്തു പറയുന്നുണ്ട്. ഫുഗലോസും ഹെർമഗനേസും ആ കൂട്ടത്തിൽ ഉള്ളവർ ആകുന്നു. അവരൊക്കെ ലജ്ജിച്ച് പിന്മാറിപ്പോയി. പിന്മാറി എന്ന് പറയുന്നത് വിശ്വാസത്തിൽ നിന്ന് പിന്മാറി എന്ന അർത്ഥത്തിലല്ല, പൗലോസിൽ നിന്ന് പിന്മാറി. അതിൻ്റെ ഒരു കാരണം സുവിശേഷത്തെക്കുറിച്ച് അവർക്ക് ലജ്ജ ഉണ്ടായി. അപ്പൊ ആ കൂട്ടര് 15-ാം വാക്യത്തിൽ പറഞ്ഞിട്ട് അതിന് കോൺട്രാസ്റ്റായി 16, 17, 18 വാക്യങ്ങളിൽ ഒനസിഫോറസും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും പൗലോസ് തിമോത്തിയുടെ ബലത്തിനായി അവതരിപ്പിക്കുക. ഇവരെയൊക്കെ തിമോത്തിക്ക് നന്നായിട്ട് അറിയാം, നിനക്ക് അറിയാമല്ലോ, അല്ലാതെ പുതിയ ഒരു കാര്യം പറയുകയല്ല. അദ്ദേഹം ഇപ്പോൾ സാഹചര്യങ്ങൾ നിമിത്തം എഫസോസിൽ ശുശ്രൂഷ ചെയ്യുന്ന ആൾ അല്പം ആടി നിൽക്കുക. നിനക്കറിയത്തില്ലേ, ഇന്നവരും ഒക്കെ ലജ്ജിച്ചു പോയി. അവിടെ 15-ാം വാക്യത്തിൽ അവര് ലജ്ജിച്ചു എന്ന വാക്ക് എടുത്തെഴുതിയിട്ടില്ല. പക്ഷേ ലജ്ജിച്ചതാകാനാണ് സാധ്യത എന്ന നിഗമനത്തിൽ ഞാൻ എത്തിയത്. 16 മുതലുള്ള വാക്യത്തിൽ ഒനസിഫോറസ് ലജ്ജിച്ചില്ല എന്ന് പറയുമ്പോൾ അതാണ് സാധ്യത, അതാണ് എന്നതാണ് എൻ്റെ ചിന്ത. ഇപ്പൊ 2 ഗ്രൂപ്പുകളെ കോൺട്രാസ്റ്റ് ചെയ്യുകയാണ്. ഒനസിഫോറോസ് 16 മുതൽ 18 വരെയുള്ള വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് ലജ്ജിച്ചില്ലെന്ന് മാത്രമല്ല, അപ്പോസ്തലന്റെ ഹൃദയത്തെ അദ്ദേഹം തണുപ്പിച്ചു. ഇംഗ്ലീഷിൽ നല്ല മനോഹരമായ വാക്കാണ്, ഹി റിഫ്രഷ്ഡ് മീ എന്ന വാക്കാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് ശുശ്രൂഷ പൗലോസിന് അദ്ദേഹം ചെയ്തു. ഇതെല്ലാം തിമോത്തിക്ക് എഴുതുന്നത് തിമോത്തി തൻ്റെ വിളിയെക്കുറിച്ച് നിശ്ചയമുള്ളവനായി പതറാതെ വിശ്വസ്തനായി നിൽക്കുവാനുള്ള ആഹ്വാനമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ അവിശ്വസ്തതയുടെയും വിശ്വസ്തതയുടെയും ഉദാഹരണങ്ങളായിട്ടാണ് ഈ 2 ഗ്രൂപ്പുകളെ കാണുന്നത്. 15-ാം വാക്യത്തിൽ അവിശ്വസ്തരായി പോയവർ, 16, 17, 18 വാക്യങ്ങളിൽ വിശ്വസ്തനായി നിന്ന ഒരു വ്യക്തിയും തൻ്റെ കുടുംബവും. കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ ഒരു സ്തോത്രം പറ. അല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മൾ അങ്ങനെ അങ്ങ് പോകും. അപ്പൊ ഈ സമയത്ത് ഈ കത്തെഴുതുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പൗലോസ് ഒരു പുരുഷായുസ് മുഴുവനും കൃത്യമായിട്ട് ദൈവത്തിന്റെ വചനം പ്രസംഗിച്ച് വിശ്വസ്തയോടെ ശുശ്രൂഷ ചെയ്തു. അതിൻ്റെ അവസാനം കാരാഗ്രഹത്തിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. ഈ കാരാഗ്രഹം എന്ന വാക്കൊക്കെ കേൾക്കുമ്പോൾ സെൻട്രൽ ജയിലാണെന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. ഭൂമിയിൽ ഒരു വലിയ ഗർത്തം ഉണ്ടാക്കിയിട്ട് ഈ അഭിഷക്തനെ അതിനകത്തോട്ട് താഴ്ത്തിയിട്ടേക്കുകയാണ്. അദ്ദേഹത്തിന് കിട്ടുന്ന ഈ അല്പം ആഹാരം മേളിൽ നിന്ന് കെട്ടി ഇറക്കി കൊടുക്കുകയാണ്. മലമൂത്ര വിസർജനമെല്ലാം അവിടെ തന്നെയാണ്. അല്പമെങ്കിലും വെളിച്ചമുള്ളത് ഈ രാവിലെയുള്ള സൂര്യപ്രകാശത്തിലാണ്. അങ്ങനെ നാറ്റം നിറഞ്ഞ വല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ കത്തെഴുതുന്ന സമയത്ത് പൗലോസ് ആയിരിക്കുന്നത്. നമ്മളത് നേരത്തെ തന്നെ ചിന്തിച്ചിട്ടുള്ളതാണ്, ധ്യാനിച്ചിട്ടുള്ളതാണ്.
ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ, സുവിശേഷ നിമിത്തമാണ് അങ്ങനെ അദ്ദേഹം ആയത്. ഇങ്ങനെ ഒരു മനുഷ്യന്റെ കൂടെ നമ്മൾ സൈഡ് പിടിച്ചാൽ, അദ്ദേഹം പറയുന്ന സുവിശേഷത്തോട് ചേർന്ന് നിന്നാൽ, അത് നിമിത്തം ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പലരും പിന്മാറി പോയത്. ഒരൊറ്റയാള് പോലും പരസ്യമായി വന്ന് ഈ അപ്പോസ്തലന്റെ കൂടെ ഞങ്ങളുമുണ്ട്, ഒരു വാക്ക് സാക്ഷ്യമായിട്ട് ഞങ്ങളുമുണ്ട് എന്ന് പറയാനില്ലാത്ത സാഹചര്യം ഉണ്ടായി. നിങ്ങൾ 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, എൻ്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു, അതവർക്ക് കണക്കിടാതിരിക്കട്ടെ. ക്ഷമിക്കുന്ന ഒരു ഹൃദയമാണ്. അവർ ചെയ്തത് തെറ്റാണ്, ദൈവം അവർക്ക് അത് കണക്കിടാതിരിക്കട്ടെ. കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിച്ചതുപോലെ ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഒറ്റയാള് 1-ാം പ്രതിവാദം എന്ന് പറയുമ്പോൾ അവിടെയാണ് കേസെടുക്കണോ അല്ലെങ്കിൽ ഇതിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നത്. ഒരാള് ഒരു ടെസ്റ്റിമണിയായി ഒരു സാക്ഷ്യം പറയാൻ ഇല്ലാതെ പോയതാണ് അദ്ദേഹം എടുത്ത് ഇപ്പോൾ പറയുന്നത്. പക്ഷെ ഇതൊക്കെ അദ്ദേഹം സഹിക്കുമ്പോൾ സുവിശേഷത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ലജ്ജയില്ല. ഇത് നിജപുത്രനായ തിമോത്തി കേട്ട് മനസ്സിലാക്കി. അദ്ദേഹത്തിന് അറിയാം ഈ സംഭവമില്ല. താൻ ബലപ്പെടണം, അല്ലാതെ ആരാണ്ട് ഏതാണ്ട് എവിടെയോ പറഞ്ഞത് നിമിത്തം പതറിപ്പോകരുത്. സുവിശേഷ സത്യങ്ങൾക്ക് വേണ്ടി നേരെ നിൽക്കണം. വാസ്തവത്തിൽ എത്ര ദുഃഖകരമായ കാര്യമാണ്. എല്ലാവരും പൗലോസിനെ ഉപേക്ഷിച്ചു. അവിടെ നമുക്ക് ഒരല്പസമയം, ഒരു 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് നിന്ന് അതൊന്ന് ചിന്തിക്കണം. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. എന്നിട്ട് പിന്നെ ഓരോ വാക്യത്തിലൊക്കെ നമുക്ക് പ്രവേശിക്കാം. നാം സുവിശേഷത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ എന്തു പറയും? ഉറപ്പാണ്, എനിക്ക് സംശയമൊന്നുമില്ല, ഇവിടെ കടന്നു വരുന്നവരെല്ലാം സുവിശേഷത്തെ സ്നേഹിക്കുന്നവരാണ്. പക്ഷേ സുവിശേഷത്തെ ഞാൻ സ്നേഹിക്കുന്നു, സുവിശേഷവുമായിട്ട് എനിക്ക് കൂറുണ്ട് എന്ന് പറയുന്നവർ സുവിശേഷം ശക്തമായി പത്യവചനം പരസ്യമായി പ്രസംഗിക്കുന്നവരുമായി ഐഡന്റിഫൈ ചെയ്യാൻ മടിച്ചാൽ അതിൻ്റെ അർത്ഥം പൊള്ളവർത്തമാനമാണ്. എനിക്ക് സുവിശേഷത്തോട് കൂറുണ്ടെന്ന്. കൂറുണ്ടെങ്കിൽ അത് പ്രസംഗിക്കുന്ന സത്യത്തിന് വേണ്ടി പത്യത്തിന് വേണ്ടി നിൽക്കുന്ന പ്രഭാഷകരുമായി ഞാൻ ഐഡന്റിഫൈ ചെയ്യും. ന്യൂട്രൽ ഇതിനകത്തില്ല. പൗലോസിനെ അറിയുമോ? പിന്നെ പുള്ളി നമ്മുടെ സഭയൊക്കെ സ്ഥാപിച്ചു, നല്ല ദൂതാ കേട്ടോ, നല്ല ദൂതാ. ബ്രദർ അത്തറ്റം വരെ പോയോ? എന്തോ പറയാനാ ബ്രദറെ, നമുക്ക് അങ്ങനെ ഒക്കുമോ? ഇത് രണ്ടും കൂടെ പൊരുത്തപ്പെടുന്നില്ല. If you are standing for the gospel, you will show allegiance to the man of God who is preaching the gospel. ഈ ലിങ്ക് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഒരു AC റൂമിൽ ഇരുന്നു കൊണ്ട് എനിക്ക് സുവിശേഷത്തോട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാൻ ആർക്കാ വയ്യാത്ത? ആ പറയുന്നത് ശരിയാണെങ്കിൽ ഈ ഒരു കാര്യം അവരുടെ ലൈഫിൽ വെളിപ്പെടണം. ചില ആളുകൾ ഞാൻ സുവിശേഷത്തെ സ്നേഹിക്കുന്നു, സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു, പക്ഷേ പരസ്യമായി സുവിശേഷത്തിന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കാൻ കഴിയാതെ നിൽക്കുന്ന ആളുകളുണ്ട്. പരസ്യമായിട്ട് അവരും എടുക്കത്തില്ല, പരസ്യമായി എടുക്കുന്നവരുടെ കൂടെ അവർ നിൽക്കത്തുമില്ല. അത് കാണിക്കുന്നത് എന്താണ്? ആക്ച്വലി സുവിശേഷത്തെക്കുറിച്ച് അറിവുമില്ല, സുവിശേഷത്തോട് ആ നിലയിലുള്ള കൂറുമില്ലെന്ന് ചിന്തിക്കുക. ശരിക്കും നമ്മളത് ചിന്തിക്കുക. രണ്ടാമത് നമ്മളൊന്ന് ചിന്തിക്കാൻ വേണ്ടി, അതെ ഞാൻ സുവിശേഷത്തെ സ്നേഹിക്കുന്നു, സുവിശേഷത്തിന് വേണ്ടി എന്തും ഏതുമായി തീരും, അങ്ങനൊക്കെ പറയുന്നവരുണ്ടല്ലേ, എന്തും ഏതുമായി തീരും. പക്ഷെ സുവിശേഷം കൃത്യമായി പ്രചരിപ്പിക്കുന്ന ഒരു സഭയുടെ കൂടെ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കുമോ? ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വ്യക്തി
കൂടെ ഐഡന്റിഫൈ ചെയ്യാനൊക്കെ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. സുവിശേഷത്തിന് ഒരു മായവും ചേർക്കത്തില്ല. കൃത്യമായി വെള്ളം ചേർക്കാതെ പത്യവചനം മാത്രം പ്രസംഗിക്കുന്ന ഒരിടം കണ്ടെത്തി ഞാൻ ആ ചർച്ചിലാണ് അംഗത്വം എടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഇനി എന്താ വന്നാലും എന്താ ദൂരമാണ്, ഐ വിൽ ഗോ ടു ദാറ്റ് ചർച്ച്. എന്താ കാര്യം? എത്രയോ ചർച്ചുകൾ ഇവിടെ ഉണ്ട്. അതിന്റെ കാര്യം പത്യവചനം, വചനം ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പോലെ മാത്രം, വെള്ളം ചേർക്കത്തില്ല. അതിന്റെ കൂടെ ഞാൻ ഐഡന്റിഫൈ ചെയ്യാം. ധൈര്യമുണ്ടോ? ഒരുപാട് പേർക്ക് ഇഷ്ടമാ ബൈബിൾ സ്റ്റഡികൾ. പുതിയ കൊള്ളാം, നല്ല നല്ല. വേർപെടാൻ തയ്യാറാണോ? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പാസ്റ്ററെ. പ്രൈസ് ദി ലോർഡ്. അംഗത്വം എടുക്കാൻ തയ്യാറാണോ? ശക്തമായി ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇത്രയേ ഉള്ളൂ. അതെന്താണ് കാരണം? ബുദ്ധിമുട്ടുണ്ടാകും. ഈ ഇരട്ടത്താപ്പ് എന്തിനാ? വേർപെട്ടോ? വചനം പ്രസംഗിക്കുന്ന ഒരു ചർച്ചിലെ അംഗമാണോ? അല്ല, അവിടെ പോകുന്നുണ്ട്. പിന്നെ അംഗത്വം എവിടെ? അതുകൊണ്ട് എല്ലാം കൂടെ ഉണ്ട്. അതാവിയല്ല. അതെന്താണ് വാസ്തവത്തിൽ കാണിക്കുന്നത്? ശരിക്കും സുവിശേഷത്തിന് വേണ്ടി ഈ വാചാലമായി പറഞ്ഞല്ലോ എന്തും ഏതുമായി തീരുമെന്ന്. അത് ചുമ്മാ പറഞ്ഞല്ലേ? അല്ലേ? ഇത് നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. നമ്മൾ ഏറ്റു പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ. അപ്പൊ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഒരാള്, അത് പ്രചരിപ്പിക്കുന്ന ഒരാളുമായിട്ട് ഡിസ്റ്റൻസ് ചെയ്യുന്നതും അത് പ്രസംഗിക്കുന്ന ഒരു സഭയുമായിട്ട് ഡിസ്റ്റൻസ് ചെയ്യാൻ കാരണം ഇതാ. അങ്ങനെ അവരുമായിട്ട് ഐഡന്റിഫൈ ചെയ്താൽ എനിക്കെന്റെ സ്നേഹിതരെ നഷ്ടപ്പെടും. പബ്ലിക്ക് ചോദിക്കത്തില്ല ഏത് സഭയിലാ പോകുന്നതെന്ന്. ഇന്ന അവിടെ അല്ലേ? കല്യാണാലോചന വരുമ്പോഴോ എവിടാ പോകുന്നേ? അത് ഇന്നടുത്ത. അവിടെ അല്ലേ? ദാറ്റ്സ് ദ പ്രോബ്ലം. എനിക്ക് ലോകത്തിന്റെ അംഗീകാരം വേണം. ആശയിലുള്ളവരെല്ലാം ഈ പോകാൻ കാരണം. ഇപ്പോൾ പൗലോസാണ് ഞങ്ങളുടെ ആള്, ഞങ്ങളുടെ ദൈവദാസൻ എന്ന് പറഞ്ഞാൽ ആ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണ്. ഇവർക്കെതിരെയും അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ട് പ്രതി അങ്ങ് ഡിസ്റ്റൻസ് ചെയ്ത പ്രശ്നമില്ലല്ലോ. അല്ല, കറക്റ്റ് വചനമാ. ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. വീട്ടിൽ ഇരുന്ന് പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നാ ഒരു വാക്ക് അദ്ദേഹത്തിന് വേണ്ടി പൊതുസദസ്സിലൊന്ന് വന്നൊരു വാക്ക് പറയാൻ, അങ്ങനെ പറയരുത്. എന്തെല്ലാം കാര്യങ്ങളാ. ഇനി എഫെസോസിൽ നിന്ന് ഞാൻ റോമിൽ പോയി, ഇതൊരു എനിക്ക് ഒത്തിരി മുടക്കമൊക്കെ ഇല്ലേ അങ്ങനെ. അപ്പൊ അദ്ദേഹത്തെ എന്തെങ്കിലും രാഷ്ട്രീയക്കാർ ചെയ്താലോ? ഇപ്പൊ എന്തോ ചെയ്യാനാ? വളരെ ക്ലോസ് ഐഡന്റിഫൈ. നോ, ഇന്നും ഇങ്ങനൊക്കെ തന്നെയാണ്. പലപ്പോഴും സുവിശേഷം വിശ്വസിക്കുന്നവരും സുവിശേഷം ഏറ്റെടുത്തു എന്ന് പറയുന്നവർക്കൊക്കെ ഇഹലോകത്തിലെ അംഗീകാരമാണ് അവരാഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വചനം പത്യമായി സംസാരിച്ചത് നിമിത്തം പ്രശ്നങ്ങൾ ഉള്ളയിടത്ത് തങ്ങളെ തന്നെ ഐഡന്റിഫൈ ചെയ്യാതെ അവർ മാറി നിൽക്കും. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വാട്ട് ഈസ് യുവർ പൊസിഷൻ? അത് ചിന്തിക്കുക. നമ്മുടെ പൊസിഷൻ എന്താണ്? അടുത്ത ഒരു പ്രസംഗം കൂടി ഇന്ന് കേട്ടേച്ച് പോകാതെ നമ്മളോടല്ല ഈ വചനം, നമ്മുടെ പൊസിഷൻ എന്താണ്? ഒരാൾ തൻ്റെ കൂറ് എവിടെ പ്രകടിപ്പിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഏത് വ്യക്തിയുമായിട്ടാണ്, ഏത് പ്രസംഗിയുമായിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്, ഏത് ചർച്ചുമായിട്ടാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും നമ്മൾ അറിയാതെ നമ്മളെ തന്നെ അവിടെ വെളിപ്പെടുത്തുക. ഏത് സഭയിലാ പോകുന്നതെന്നുള്ളത് കാര്യമായി ചിന്തിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് നിങ്ങൾ ഒരു സഭയിൽ പോകുന്നു? വൈ? വാട്ട് ഈസ് ദി അട്രാക്ഷൻ? കാർ പാർക്കിംഗ് ഉണ്ട് ബ്രദറെ. ശരി, എന്റെ വീട്ടിൽ നമ്മുടെ നടന്ന് കയറിയാ മതി. ഇതൊക്കെയാണോ ഒരു ചർച്ചിൽ നമ്മളെ കൊണ്ടെത്തിച്ചത്? ഇവിടെ മൈലുകൾ താണ്ടി കടന്നു വരുന്ന ആളുകളുണ്ട്. വൈ? ഇറ്റ് മാറ്റേഴ്സ്. നാം വായിച്ചും കേട്ടും മനസ്സിലാക്കിയ സുവിശേഷ സത്യങ്ങളുണ്ട്.
അതിനോട് വെള്ളം ചേർക്കാതെ പ്രഘോഷിക്കുന്ന ഇടത്ത് ഞാൻ ചെന്ന് കൂട്ടായ്മ ആചരിച്ച് എന്റെ അംഗത്വം ഞാൻ അവിടെ എടുക്കും. ഇറ്റ് മാറ്റേഴ്സ്. വില കൊടുക്കുകയാണ്. സ്തോത്രം. പലപ്പോഴും പലർക്കും സുവിശേഷം നല്ലതാണ്, ഇഷ്ടമാണ്, വിശ്വസിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും ഞാൻ ഈ മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവര് പരസ്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കുകയില്ല. എന്താ ഇതിന്റെ കാരണം? അതിന്റെ കാരണം മനുഷ്യ ഭയമാണ്. ദൈവത്തെ ഭയപ്പെടുന്നതിനേക്കാൾ മനുഷ്യനെ ഭയപ്പെടുന്നു. അവരുമായിട്ട് നമ്മൾ പോയി ഐഡന്റിഫൈ ചെയ്താൽ ഒന്നാമത് മനുഷ്യന്റെ അപ്രൂവലാണ് അവര് ആഗ്രഹിക്കുന്നത്. അതാണ് വിഷയം. ഞാൻ ഇനി ഒരു വാക്യം വായിച്ച് ഒരു കണക്ഷൻ നിങ്ങളെ കാണിക്കാം. നിങ്ങളൊരു വാക്ക് കേട്ടിട്ടുണ്ടായിരിക്കും, മുപ്പിരിച്ചരടെന്ന്. ഈ ഒരു വിഷയത്തിൽ ഞാൻ അതൊന്ന് കാണിക്കാം നിങ്ങളെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞ വാക്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ അയക്കുന്നവനെ. അപ്പൊ കർത്താവുണ്ട്, കർത്താവ് അയക്കുന്ന മെസ്സഞ്ചർ. ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. ഇതിന്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ആ വാക്യത്തിന്റെ 2-ാം ഭാഗം, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. ഈ വാക്യം എന്തൊരു വാക്യമാണിത്! പോളിനെ വേണ്ട. പോളിനെ വേണ്ടെങ്കിൽ യു ആർ റിജക്റ്റിംഗ് ദ ലോർഡ്. യേശുവിനെ അയച്ച പിതാവിനെ റിജക്റ്റ് ചെയ്യാണ്. കണ്ടോ കണക്ഷൻ? കർത്താവ് കാണിക്കുന്ന ഈ കണക്ഷൻ. എനിക്ക് ഒരാളുമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ദുരുപദേശകനാളെ ഐഡന്റിഫൈ ചെയ്യരുത്. സത്യമായിട്ടും ദൈവവചനം പറയുക, പത്യ ഉപദേശം നിൽക്കുക. എന്ത് വിഷയം വന്നാലും സത്യത്തിന് വേണ്ടി നിൽക്കാം, മുഖം നോക്കാതെ സത്യം പറയുക. Can you identify with such a person? അപ്പൊ അങ്ങനെ ഐഡന്റിഫൈ ചെയ്താൽ നമുക്കൊരു റിസ്ക് ഉണ്ട്. ആ ആള് റിസ്കിലാണ്. പോൾ റിസ്കിലാണ്. ശിരസ് ഛേദിക്കപ്പെട്ടവനായി മരിക്കാൻ പോകുകയാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ ചെന്ന് ഞാനും ഈ പുള്ളിയുടെ പാർട്ടിയിലാന്ന് പറഞ്ഞാൽ I will die. പക്ഷേ സുവിശേഷത്തോടുള്ള കൂറാണ് ഇത് പ്രസംഗിക്കുന്ന ഈ അപ്പോസ്തലനുമായിട്ട് ചിലര് ചെന്ന് കൂറു പുലർത്തുന്നത്. വിശേഷാൽ ഒനസിഫറോസ്. അപ്പൊ പോളിനെ എനിക്ക് സുവിശേഷത്തെ കുറിച്ച് ലജ്ജയായതുകൊണ്ട്, പോളിനെ കുറിച്ചും എനിക്ക് ലജ്ജ. അപ്പോൾ ശരിക്കും ഞാൻ ആരെക്കുറിച്ചാണ് ലജ്ജിക്കുന്നത്? പോളിനെ അയച്ച ക്രിസ്തു. കുറച്ച് വാക്യങ്ങൾക്ക് മുമ്പ് അതിൻ്റെ 11-ാം വാക്യം ഞാൻ വായിക്കാം. 11-ാം വാക്യം അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. അല്ലാതെ ഇതൊക്കെ കണ്ട് അഡ്വർടൈസ്മെന്റ് കണ്ട് ഫോം ഫിൽ ചെയ്ത് കൊടുത്ത് വന്ന ആളല്ല. ദൈവം നിയമിച്ചയാളാണ് പോൾ. ആ പോളിനെ കുറിച്ച് ലജ്ജയായി ആസ്യയിലുള്ള കുറെ ആളുകൾ പിന്മാറിയപ്പോൾ അതിന്റെ അർത്ഥമെന്താ? ഇതാണ് സംഭവിക്കുന്നത്. വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കണം. ഞാൻ ആമുഖം ഒരല്പം ദൈർഘ്യമായിട്ട് ഞാൻ പറയുന്നത് നമുക്കതൊരു അനുഗ്രഹമായി മാറട്ടെ. കർത്താവാണ് വചനം പ്രഘോഷിക്കുന്ന മെസ്സഞ്ചേഴ്സിനെ അയക്കുന്നത്. അവരെ കൈക്കൊള്ളുന്നത് നിമിത്തം കർത്താവിനെ കൈക്കൊള്ളുകയാണ്. അവരെ തിരസ്കരിക്കുമ്പോൾ കർത്താവിനെ തന്നെ തിരസ്കരിക്കുക. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ മലയാളക്കരയിൽ ഇതിനെ മറു സൈഡൂടെ പറയണം. ആരാണ്ട് ഒരുത്തൻ കയറി വന്നു, സ്വോത്രം ഒന്ന് പ്രാർത്ഥിച്ചേച്ച് പോവാ. വേണ്ട പാസ്റ്റർ, ഞാൻ ഇപ്പൊ അങ്ങോട്ട് പ്രാർത്ഥിക്കണം. ഓക്കെ, എന്നാ പ്രാർത്ഥിച്ചാട്ട്. പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നിൽക്കുക. പ്രാർത്ഥിച്ച് കഴിഞ്ഞില്ലേ, ഇനി പോകരുതോ? ഇല്ല. അതെന്തിനാണ് വന്നേ? ദൈവത്താൽ നിയമിതരായ, ദൈവത്താൽ അഭിഷക്തരായ, വചനത്തോട് കൂറുപുലർത്തുന്ന, പദവികൾ നഷ്ടപ്പെട്ടാലും പണം നഷ്ടപ്പെട്ടാലും എന്ത് നഷ്ടപ്പെട്ടാലും സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ആളുകളുമായി we must
ഐഡന്റിഫൈ. അതല്ലാതെ ഇരിക്കുന്നത് എന്തൊരു പ്രൈസാണ് നമ്മൾ പേ ചെയ്യുന്നത്. When you refuse the man of God. ഇവിടെ the man of God is the apostle Paul himself. നമ്മൾ വളരെ ഇത് ചിന്തിക്കണം എന്ന് ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. ഇനി 15-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ തുടങ്ങുന്നത് ആസ്യക്കാർ. ശരിക്കും ഏഷ്യ മൈനർ ഇന്നത്തെ ആധുനിക തുർക്കിയാണ്. ആ തുർക്കിയിലെ അല്ലെങ്കിൽ ആധുനിക ആസിയയിലെ തലസ്ഥാന നഗരിയാണ് എഫസോസ്. ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണമാണ് എഫസോസ്. ഇവിടെയാണ് ദൈവത്തിൻ്റെ ദാസൻ പൗലോസ് വന്ന് അദ്ദേഹത്തിൻ്റെ 3-ാം മിഷണറി യാത്രയിൽ വന്ന് 3 വർഷം അവിടെ താമസിച്ച് സുവിശേഷ വേല ചെയ്ത് ഒരു സഭ ഉടലെടുക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ആസ്യക്കാർ ആ മോഡേൺ ടർക്കിയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് എഫസോസ്. അടുത്ത വാക്ക് എന്നാണ് ആസ്യക്കാർ എല്ലാവരും എന്ത് ചെയ്തു? അദ്ദേഹത്തെ ഉപേക്ഷിച്ചു. അദ്ദേഹത്തിൽ നിന്ന് വചനം കേട്ടവരാണ് പലരെ അദ്ദേഹമാണ് രക്ഷയിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പൊ എന്ത് ചെയ്തു? We can't identify with Paul. അതെന്താണ് എൻ്റെ ബ്രദറെ അങ്ങനെ പറയാന്? നമ്മൾ ഐഡന്റിഫൈ, നമുക്ക് പിള്ളേരില്ലേ, നമുക്ക് കുടുംബമില്ലേ? അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ പിടിച്ച് അകത്താക്കും. പ്രശ്നമാണ്. സുവിശേഷം വിശ്വസിക്കുന്നു പിന്നെ, പക്ഷെ സുവിശേഷത്തിന് വേണ്ടി നിന്നയാളുമായി അലീജിയൻസ് ഇല്ല, കട്ട് ഓഫ് ചെയ്തു. എന്നാൽ ആ വാക്ക് എല്ലാവരും, ഇംഗ്ലീഷിൽ ഓൾ എന്ന വാക്ക് ഹൈപ്പർബോലെ ലാംഗ്വേജ് ആണ്, അതിശോക്തി കലർന്ന വാക്കാണ്. അങ്ങനെ ഞാൻ പറയാൻ കാരണം, ഈ കത്ത് എഴുതുന്നത് തിമോത്തിക്ക. എഫസോസിൽ കർത്തൃവേല ചെയ്യുന്ന തിമോത്തി ഉണ്ടല്ലോ. ഒനേസിഫോറസ് അദ്ദേഹം കൂടെ നിന്നല്ലോ. ഇതുപോലെ തന്നെ വേറൊരാള് 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ തിഹിക്കോസിനെ ഞാൻ എഫസോസിലേക്ക് അയച്ചിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ കുറെ ആളുകൾ ഒരു ശേഷിപ്പ് അദ്ദേഹത്തോട് കൂറു പുലർത്തി. എന്നാൽ പൊതുവിൽ പറയുമ്പോൾ എല്ലാവരും, ഈ കുറച്ച് വിരലേൽ എണ്ണാനുള്ള ആളുകൾ ഉണ്ട്, എന്നാലും ഒന്ന് ചിന്തിക്കണം, ഈ വലിയ മനുഷ്യനെ തഴഞ്ഞല്ലോ നിങ്ങൾ. അത് നമുക്കൊന്ന് ഊഹിക്കാൻ കഴിയുമോ? എല്ലാവരും. അതെത്ര ഭയങ്കരമാണ്. ഈ മനുഷ്യൻ, ഈ അപ്പോസ്തലൻ എത്രയധികം ദുഃഖിച്ചു കാണും. എന്താ കാര്യം? ആളുകളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ നമ്മൾ പോയി അദ്ദേഹമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് ഇറ്റ്സ് എ സ്റ്റിഗ്മ. നിങ്ങൾ ഇദ്ദേഹത്തിന്റെ കൂട്ടത്തിലാണോ? അപ്പൊ നമ്മളെ കുറിച്ച് എന്തു പറയപ്പം? അതാണ് ഭയം. മനുഷ്യ ഭയമാണ്. അതിലൂടെ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇത് ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് അവര് തന്ത്രപരമായി പൗലോസുമായി ഐഡന്റിഫൈ ചെയ്യാതെ മാറി നിൽക്കുന്നത്. ഇനി ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ, ഒന്ന് വായിക്കാമോ? 15-ാം വാക്യം. ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ട് പോയി കളഞ്ഞു. മതി, എന്നെ വിട്ട് പോയി കളഞ്ഞു. turned away. അതിന്റെ അർത്ഥം മുൻബന്ധത്തിൽ നിന്നുള്ള വേർപിരിയലിനെ സൂചിപ്പിക്കുക. ശ്രദ്ധിച്ച് കേൾക്കണം, അവര് വിശ്വാസത്തിൽ നിന്ന് പോയെന്നല്ല പറയുന്നത്. പക്ഷെ പോളുമായിട്ടുള്ള ഞങ്ങളുടെ അസോസിയേഷൻ വേണ്ട, കാരണം ബുദ്ധിമുട്ട് വരും. നേരത്തെ അവർക്ക് നല്ല അസോസിയേഷനും കൂട്ടായ്മയും ഉണ്ടായിരുന്നു, ഇനിയും പറ്റത്തില്ല. അദ്ദേഹം റോമിലെ കാരാഗ്രഹത്തിലാണ്. എന്നെ വിട്ട് പോയി കളഞ്ഞു. ഇത് മുൻബന്ധം, കൂട്ടായ്മ, അത് ഉപേക്ഷിക്കുന്നതിനെ പ്രതിഫലിപ്പിക്കുന്ന ഒരു വാക്കാണ്. വാസ്തവത്തിൽ ഈ സമയത്തല്ലേ അവരുടെ കൂട്ടായ്മ കാണിക്കേണ്ടിയിരുന്നത്. അവർ അവനെ പ്രധാനമായും അവഗണിച്ചു.
അവനുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചു. എങ്ങനെ ഒരാളുമായിട്ട് ഞങ്ങൾക്ക് ഇനി ഒരു ബന്ധവുമില്ല. സ്വതന്ത്രം. ജയിലിൽ കയറണ്ടായാലേ അതനുസരിച്ച് പ്രസംഗിക്കണം. ഞങ്ങളുടെ ഉത്തരവാദികളല്ല. പ്രൈസ് ദ ലോർഡ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? സുവിശേഷത്തിന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുത്തത് നിമിത്തം ആളുകൾ നിങ്ങളെ തഴഞ്ഞ ഒരനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? അത് വേദന ഉളവാക്കുന്നതാണ്. അങ്ങനെ ഒരു കുടുംബം അനുഭവിക്കുമ്പോൾ, ഒരു വ്യക്തി അനുഭവിക്കുമ്പോൾ, അവരുമായി ചെന്ന് കൂട്ടായ്മ ആചരിച്ച് ബലപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ദൈവമക്കൾക്കുണ്ട്. ഇതൊരു പച്ചയായ മനുഷ്യനാണ്. 3ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു അപ്പോസ്തലനാണെങ്കിലും ഈ അപ്പോസ്തലന് ഫീലിംഗ് ഉണ്ട്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് നിരാശയിലല്ല. തിമോത്തിയെ എൻകറേജ് ചെയ്യണം. കണ്ടോ, എന്നെ എല്ലാവരും വിട്ടു, പക്ഷെ എനിക്ക് ലജ്ജയില്ല സുവിശേഷത്തെ കുറിച്ച്. നീ ലജ്ജിക്കരുത്. സുവിശേഷത്തെ കുറിച്ചും എന്നെ കുറിച്ചും നീ ലജ്ജിക്കരുത്. ആസ്യക്കാരെല്ലാരും പോയാൽ അവരുടെ കൂടല്ല നീ പോകേണ്ടത്. നീ ഒനേസിഫറസിനെ പോലെ സ്റ്റേണായി നിൽക്കണം. ഇതാണ് ദൂത്. നമ്മുടെ ചർച്ചിൽ പുറത്താക്കുന്ന നിയമങ്ങൾ പല പള്ളികളിൽ നിന്ന് ലഭിച്ചവർ നമ്മുടെ ഇടയിലുണ്ട്, അല്ലേ? എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. എന്തിനാ നിങ്ങൾ ഇത് സഹിച്ചത്? ബിക്കോസ് ഓഫ് ദ ഗോസ്പൽ. നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ല, സുവിശേഷ നിമിത്തം ചില പള്ളികളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കി. അങ്ങനെയുള്ളവർ വരുമ്പോൾ അത് അവരുടെ വീട്ടുകാരുള്ളവരാണ്, സ്നേഹിതരുള്ളവരാണ്. കുട്ടിക്കാലം മുതലേ സൺഡേ സ്കൂൾ പഠിച്ചു വളർന്ന ഇടങ്ങളിൽ നിന്ന് സുവിശേഷത്തിന് വേണ്ടി കൂറ് കാണിച്ച നിമിത്തം അവരെ എടുത്ത് പുറത്തു കളയുമ്പോൾ ഒരു ഒനേസിഫറസിനെ പോലെ ഇതിനകത്തുള്ളവർ ചിലര് ചെന്ന് അവരുടെ കൂടെ ഇരുന്ന് കൈത്താങ്ങൽ കൊടുക്കേണ്ടത് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ചർച്ച അതാണ്. ചർച്ചിൽ ആ ഒരു നിലയാണ്, ആ ഒരു കൂട്ടായ്മയാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾ ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒറ്റപ്പെടുത്തൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? വീട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും ഒറ്റപ്പെടുത്തൽ അനുഭവിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. നിരാശപ്പെടരുത്. സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കരുത്. ബാക്കിയുള്ളവർ കേൾക്കണം. ഇങ്ങനെ ഉള്ളവർ ഉണ്ടെങ്കിൽ അവർക്ക് കൈത്താങ്ങൽ കൊടുക്കണം, അവരെ സന്ദർശിക്കണം. ഒനേസിഫോറസിനെ കുറിച്ച് പറയുന്നത്, എന്റെ ഹൃദയത്തെ അവൻ തണുപ്പിച്ചു. വലിയ കാര്യമാ. സ്തോത്രം. ദൈവമക്കൾ ഒരു കാര്യം അറിയണം. സത്യമായി സുവിശേഷത്തിന് വേണ്ടി നിന്നാൽ ഒറ്റപ്പെടുത്തൽ ഉണ്ടാകും. നമ്മൾ കേൾക്കുന്ന വേറൊരു ദൂതാണ്. എന്താ? കർത്താവിന് വേണ്ടി നിന്നാൽ, ദൂചേട്ടത്തിന് വേണ്ടി നിന്നാൽ, എന്താ ഏതാണ്ട് വലിയ സംഭവം ആകാൻ പോവാ നാട്ടില്, ഇങ്ങനെയൊക്കെ പറഞ്ഞു വലിയ വലിയ കാര്യങ്ങളാണ്. ദാറ്റ് ഈസ് നോട്ട് ദ ട്രൂത്ത്. നമ്മളെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ശുശ്രൂഷയുടെ അവസാനം എന്താ സംഭവിച്ചത്? യോഹന്നാൻ 1:10-11 വാക്യങ്ങളിൽ ലോകം അവനെ അറിഞ്ഞില്ല, സ്വന്തക്കാരോ അവനെ കൈക്കൊണ്ടില്ല. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 66-ാം വാക്യം പരസ്യമായിട്ടൊന്ന് വായിച്ചേ. 5 അപ്പവും 2 മീനും തലേ ദിവസം കഴിച്ചേച്ച് അടുത്ത ദിവസം യോഗത്തിന് വന്നിരിക്കുക. രോഗസൗഖ്യം വേണം, അപ്പം വേണം. കർത്താവ് പറഞ്ഞു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും, എന്റെ മാംസം ഭക്ഷിക്കുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന്റെ ഉള്ളിൽ ജീവനുണ്ട്. യു വാണ്ട് ലൈഫ്? ഞാനുമായിട്ട് ഉടമ്പടി വേണം. എന്നെ അകത്താക്ക്, ഉള്ളിലാക്ക്. എന്താ പ്രതികരണം? വായിക്കാം. അന്നു മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി. ഇതാ സംഭവിച്ചത്. ശിഷ്യന്മാരെന്ന വാക്ക് സൂപ്പർഫിഷ്യൽ ഫെയ്ത്ത് ഉള്ളവർ, അല്ലാതെ ഒറിജിനൽ റിയൽ ശിഷ്യന്മാരല്ല. അവരിങ്ങനെ സമർപ്പണമൊക്കെ എടുത്തെങ്കിലും കാര്യത്തോടെ എടുത്തപ്പോ എന്ത് ചെയ്തു? വിട്ടുപോയി. ആയിരക്കണക്കിന് ആളുകൾ ഒറ്റ ദിവസം കൊണ്ട് യേശുവിനെ വിട്ടേച്ചു പോയി. ഇതെപ്പോഴും നിങ്ങൾ ഓർക്കണം. സത്യം പ്രസംഗിച്ചാൽ, സത്യത്തിന് വേണ്ടി നിന്നാൽ, മായം ചേർക്കാതെ സത്യത്തിന് വേണ്ടി നിന്നാൽ, മുഖം നോക്കി കുടുംബങ്ങളെ വൈകാരികമായി ഇളക്കാതെ അവരോട് കാര്യം പറഞ്ഞാൽ, ലോകം നമ്മളെ പകയ്ക്കും, ഒറ്റപ്പെടുത്തും. സുവിശേഷ വേളയിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ല പ്രിയരെ.
കാരണം ഇത് നമ്മുടെ വേലയല്ല. അർഹതയില്ലാത്ത സ്ഥാനത്തേക്ക് ദൈവമാണ് ചിലതിനെ നിയമിക്കുന്നത്. അർഹതപ്പെട്ടിട്ടല്ല. അർഹതയില്ലാത്ത ഈ സ്ഥാനത്തേക്ക് തമ്പുരാന്റെ നിയോഗം കൊണ്ട് നമ്മൾ അത് ഏറ്റെടുത്താൽ we have to be faithful to our calling. Praise the Lord. Hallelujah. കർത്താവിനെ ഒറ്റപ്പെടുത്തി, കർത്താവിനെ അനുഗമിച്ച പൗലോസിനോ ഒറ്റപ്പെടുത്തി. ഇപ്പൊ എവിടെയാണ്? എന്താ അവിശ്വസ്തത വല്ലതും ഉണ്ടായോ? ഇല്ല. വിശ്വസ്തനായത് കൊണ്ടാണ് കാരാഗ്രഹത്തിൽ. ഹീസ് ഇൻ പ്രിസൺ. ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയാം, ഈ ദർശനമാണ് നമ്മുടെ ഉള്ളത്തിൽ വരേണ്ടത്. ഞാൻ ചിലപ്പോൾ ഒറ്റപ്പെടുന്ന അവസ്ഥയിൽ വരും. ഐ വിൽ നോട്ട് കോംപ്രമൈസ് ദ ട്രൂത്ത് ഓഫ് ദ ഗോസ്പൽ. നമ്മുടെ പിള്ളേരെ ഏതാ പഠിപ്പിക്കേണ്ടത്? അല്ലാതെ നീ സുവിശേഷം അറിഞ്ഞു കഴിഞ്ഞാൽ നീ എന്താ ഏതാണ്ട് വലിയ സംഭവം. എന്ത് സംഭവം? പൗലോസിന്റെ കാര്യം ഞാൻ പറഞ്ഞു. കർത്താവ് തെരഞ്ഞെടുത്ത ശിഷ്യന്മാർ, അപ്പോസ്തലന്മാര്, യൂദസും യോഹന്നാനും ഒഴികെ. യൂദസ് കെട്ടിയാന്ന് ചത്തു. യോഹന്നാന് നാച്ചുറൽ ഡെത്ത്, 100 വയസ്സുള്ളവനായി ലോകത്തിൽ മാറ്റപ്പെട്ടു. ബാക്കിയുള്ളവരും എന്തായിരുന്നു? രക്തസാക്ഷികളായി. യഥാർത്ഥമായി സത്യത്തിന് വേണ്ടി നിന്നാൽ നമ്മെ ഒറ്റപ്പെടുത്തുന്നതാണ് ലോകം. നിങ്ങളിൽ പലരും നിങ്ങളുടെ കുടുംബത്തിൽ ഇത് അനുഭവിച്ചിട്ടില്ലേ? അവർക്ക് സുവിശേഷം എന്നൊന്നും പറഞ്ഞ് അറിയത്തില്ല. അവർ പറഞ്ഞെന്താ? പെന്തിക്കോസിൽ പോയി. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? എന്നാ പിന്നെ പെന്തിക്കോസിൽ പോയി യോഗം കെട്ടിച്ച് വരും, അങ്ങനെ അങ്ങ് പോകണ്ട. അതാണ് പലർക്കും സ്നാനപ്പെടാനും തടസ്സം. എന്താ സ്നാനപ്പെട്ടാൽ പിന്നെ പരസ്യമാകില്ലേ? ഞാനും എൻ്റെ ദൈവവുമായിട്ടുള്ളതാണ്. എന്തിനാ നാട്ടുകാരെല്ലാം അറിയുന്നത്? ഇതാണ് ചിലരുടെ വാദം. നോ, രക്ഷിക്കപ്പെട്ട ആൾ സ്നാനപ്പെടണം. സ്നാനപ്പെടുമ്പോൾ പരസ്യമാകുകയാണ്. യേശുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലാണ്. അല്ലാതെ ഇത് 50-50 ഇടപാടല്ല. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, വേർപാടിന്റെ ഉപദേശം ബിബ്ലിക്കലാണ്. We have to separate from unbelievers. We have to separate from a church or a denomination that do not speak the pure gospel. സത്യം പ്രസംഗിക്കുന്ന ഇടത്താണ് വന്ന് ദൈവത്തിന്റെ വചനം കേൾക്കേണ്ടത്. അത് വേണം. ഞാൻ ഓൺലൈനിൽ കേട്ടോളാം കേട്ടോ. അപ്പൊ ഇവിടെ അംഗത്വമൊക്കെ അത് ഇപ്പൊ അങ്ങനെ പറയാനൊക്കെ. പക്ഷേ പിള്ളേരുടെ കല്യാണമൊക്കെ നടക്കണ്ടേ? ഏത് ഗോസ്പലിനാണ് നമ്മൾ സമർപ്പിച്ചത്? വില കൊടുത്ത് കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സത്യത്തിന് വേണ്ടി തലമുറയിൽ നിൽക്കണം. നഷ്ടം വന്നാലും സത്യത്തിന് വേണ്ടി നിൽക്കണം. നിത്യ തേജസ്സിന്റെ ഘനമോർത്താൽ ഇന്നത്തെ കഷ്ടം സാരമില്ലെന്ന് ഏറ്റുപറയണം. നിത്യതയുടെ ഘനമോർത്താൽ അത് ഓർക്കണം. നിത്യതയുണ്ട്, നിത്യതയിൽ ഘനമേറിയ കാര്യങ്ങളുണ്ട്. ഇതോർത്താൽ ഇന്നത്തെ കഷ്ടം സാരമില്ല, സാരമില്ല. പ്രൈസ് ദി ലോർഡ്. ആ വാക്യത്തിലേക്ക് പിന്നെയും നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നു. 15-ാം വാക്യം ഒന്നുകൂടെ വായിച്ചാട്ട്. ആസ്യക്കാരെല്ലാവരും എന്നെ വിട്ടുപോയി കളഞ്ഞു. അടുത്തത്, എന്ന് നീ അറിയുന്നുവല്ലോ. അവൻ നീ അറിയുന്നു. നീ അറിയാൻ വയ്യാത്ത ഒരു കാര്യം ഞാൻ ഏതാണ്ട് ഒരു സ്റ്റോറി ഉണ്ടാക്കി നിന്നെ ഭ്രമിപ്പിക്കുകയൊന്നുമല്ല. നിനക്കിതറിയാം. ഇറ്റ്സ് പ്ലെയിൻ ടു യു. എഫെസോസിൽ വർഷങ്ങളായി കർത്തൃവേലയിലായിരിക്കുന്ന തിമോത്തിക്ക് നന്നായി അറിയാവുന്ന കാര്യമാണ്. അവൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണിത്. എന്ന് നീ അറിയുന്നുവല്ലോ. എന്നിട്ട് 2 പേരുകൾ എടുത്തു പറയാം. ഫുഗലോസും ഹെർമഗനേസും. ഓ, അപാരമാന്നേ. കുത്തിപ്രസംഗിക്കുന്നത് നല്ലതാ, പേരെടുത്ത് കുത്തുന്നതോ? അല്ലാതെ പ്രസംഗിച്ചിട്ട് തന്നെ പ്രശ്നമാ. ഇതിപ്പോ പേരെടുത്ത് പറയുന്നത്. അപ്പൊ പേരെടുത്ത് പറയാമല്ലേ? പറയാം. അതിനെന്താണ്? ദൈവാത്മ നിയോഗിതനാണ്. ഈ ഫുഗലോസും ഹെർമഗനോസും എന്ന ഈ 2 പേര്, ഇവരുടെ പേരുകൾ വേറെ എങ്ങും വേദപുസ്തകത്തിൽ നിങ്ങൾ കാണുകയില്ല. അവരെക്കുറിച്ച് കൂടുതലായി പൗലോസ് ഒന്നും പറയുന്നില്ല എന്നതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ 2 പേര് പറഞ്ഞപ്പോഴേ തിമോത്തിക്ക് കാര്യം അറിയാം. നന്നായിട്ട് അറിയാവുന്ന ആളുകളാണ്. എഫെസോ സഭയിലെ ആളുകൾക്കെല്ലാം അറിയാവുന്ന 2 പേരാണിവർ. ഒരു പക്ഷെങ്കിൽ ആദ്യ സമയത്ത് അപ്പോസ്തലനായ പൗലോസിന്റെ ശക്തമായി
പിന്താങ്ങിയ ആളുകളാ, സപ്പോർട്ടേഴ്സ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷെങ്കിൽ നേതൃത്വ നിരയിലുള്ളവരാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കാലുവാരി സ്തോത്രം. ഇതൊക്കെ സംഭവിക്കാം കേട്ടോ. പൗലോസ് ഇവിടെ 3 വർഷം കർത്തൃവേല ചെയ്തതാണ്. ശരിക്കും അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തിൽ അദ്ദേഹം അവിടെ സ്ഥലം വിട്ടു പോകുന്ന സമയത്ത് എല്ലാവരും കൂടെ കരഞ്ഞ് അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയാണ്. ഭയങ്കര സ്നേഹമായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരെല്ലാം പിന്മാറി. ഈ 2 പേരെടുത്തു പറയാൻ കാരണം, ഇവരിൽ പോളിന് ഒരു പക്ഷെങ്കിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നവരായിരിക്കാം. പക്ഷേ this is such a disappointment. അവരും പിന്മാറി. ഒരിക്കലും ജീവിതത്തിൽ ഉണ്ടാകരുത്. ഞാനിതൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു കുടുംബത്തിന്റെ കാര്യമൊക്കെ എൻ്റെ മനസ്സിലേക്ക് വന്നു. വളരെ ശ്രദ്ധിക്കണം ജീവിതയാത്രയിൽ, വളരെ ശ്രദ്ധിക്കണം. പിശാചിന്റെ പല തന്ത്രങ്ങളുണ്ട്. സഭയിൽ നിന്നും സഭയുടെ നേതൃത്വത്തിൽ ദൈവമാക്കി വെച്ചവരിൽ നിന്നും തന്ത്രപരമായി നമ്മുടെ മനസ്സിനെ ഡിസ്ട്രാക്ട് ചെയ്ത് മാറ്റിക്കളയും. അപകടമാണത്. ഞാൻ ഇപ്പോൾ പറയുന്ന ഉപദേശത്തിന് വേണ്ടി നിൽക്കുന്ന കാര്യമാണ്. എന്താ ഒരു വിൽപ്പന ചരക്കുണ്ടല്ലോ, ആംവേ അല്ലയോ? ആംവേ വിൽക്കാനായിട്ട് വീട്ടിൽ കയറി വരും. വീട്ടിൽ കയറി വന്ന് വേറെ കാര്യം പറയും. പോകരുത്. ഇതിന് ഇൻഷുറൻസ് വിൽക്കാന്, ആംവേ വിൽക്കാന്, പിന്നെന്താ ഷെയർ വിൽക്കാൻ, ഇതൊക്കെ വന്ന് തന്ത്രപരമായി വീട്ടിൽ കയറി പല കാര്യം പറയുന്നതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് ഒരു തന്ത്രപരമായ ഒരു പണി തരും. പോകരുത്. ഇറങ്ങി തിരിച്ചത് സത്യത്തിന് വേണ്ടിയാണെങ്കിൽ സത്യം പ്രചരിപ്പിക്കുന്നവരുടെ കൂറോടെ നിൽക്കണം. സത്യം പ്രചരിപ്പിക്കുന്ന ദൈവദാസന്മാരുടെ കൂടെ നിൽക്കണം. ഐഡന്റിഫൈ വിത്ത് പോൾ, ഐഡന്റിഫൈ വിത്ത് ദ ചർച്ച്. സുവിശേഷത്തിൽ നിന്ന് അട്ടിമറിക്കാനുള്ള തന്ത്രങ്ങൾ പലതാണ്. ഇവര് 2 പേരും പോയത് ഒരുപക്ഷെങ്കിൽ പൗലോസിന് ഭയങ്കര നിരാശ, ഡിസപ്പോയിന്റ്മെന്റ് വന്നു കാണും. കാരണം ഇത് പ്രതീക്ഷിക്കാത്തതാണ്. ഒരുപാട് ആളുകൾ വിട്ടേച്ചു പോയി. പക്ഷെ ഇവര് പോയത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷെങ്കിൽ നേതൃത്വ നിരയിലുള്ളവരായിരിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോട് പറയും, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് ചാഞ്ചാടരുത്. യു ഗ്രൗണ്ട് യുവർ സെൽഫ് ഇൻ ദ വേർഡ് ഓഫ് ഗാഡ്. വചനത്തിനകത്ത് ഇതിനകത്തുനിന്ന് മാറരുത്. ഇതിനകത്തുനിന്ന് മാറരുത്. ദ വേർഡ് ഇസ് ദ ട്രൂത്ത്. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കേണ്ടത് തിരുവെഴുത്തിലൂടെയാണ്. ആത്മാവിൽ നിറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഉറപ്പാണ് തിരുവെഴുത്തിലേക്ക് നിങ്ങളെ നയിക്കും. തിരുവെഴുത്തിലെ ദൂത് നിങ്ങളുടെ അന്തരാത്മാവിൽ പ്രകാശനം ചെയ്തു തരും. യേശുക്രിസ്തുവിനോട് കൂറു തരും. ക്രിസ്തുവിന്റെ ദാസന്മാരായി നിൽക്കുന്നവരോട് സ്നേഹത്തിലും ബന്ധത്തിലും നിൽപ്പാനുള്ള കൃപ തരും. വചനത്തിൽ നിന്നും, വചനം പ്രചരിപ്പിക്കുന്ന സഭയിൽ നിന്നും, വചനം പ്രചരിപ്പിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരിൽ നിന്നും നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന തന്ത്രങ്ങളെ തിരിച്ചറിയണം. ആസ്യക്കാരെല്ലാവരും എന്നെ വിട്ടുപോകും. അതിനകത്ത് 2 പുള്ളികളുടെ പേരുമുണ്ട്. 15-ാം വാക്യം ഒന്നുകൂടെ വായിച്ചിട്ട് 16-ാം വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആസ്യക്കാർ എല്ലാവരും എന്നെ വിട്ടു പോയി കളഞ്ഞു എന്ന് നീ അറിയുന്നുവല്ലോ. തിമോത്തിക്ക് നന്നായി അറിയാം ഈ സംഭവം. പിന്നെ ഫുഗലോസും ഹെർമോഗനേസും ആ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു. പലപ്പോഴും 16-ാമത്തെ വാക്യം ഇനി വായിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫോറസിന്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ. എന്നോ അനുഗ്രഹമല്ലയോ പോരെ. ഒനേസിഫോറസിന്റെ കുടുംബത്തിനകത്ത് കുഞ്ഞുങ്ങൾ കണ്ടേക്കാം. ഇതിനെക്കാട്ടും എന്തോ ബ്ലെസ്സിങ് വേണ്ടത്. അപ്പോസ്തലൻ ഹൃദയം നിറഞ്ഞൊരൊറ്റ ബ്ലെസ്സിങ്. മേ ദ ലോർഡ് ഗ്രാന്റ് മെർസി. ആ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു 15-ാം വാക്യം അൺഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ്. 16, 17, 18 ഫെയ്ത്ത്ഫുൾ ഗ്രൂപ്പ്. അവര് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ലാതെ ഇരുന്നവരാണ്. മറ്റൊരു ലജ്ജിച്ചവർ. അതിലെ ഒനസിഫോറസിന്റെ കുടുംബമാണ് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ള കഥാപാത്രങ്ങൾ.
ആ വാക്ക് തുടങ്ങുന്നത് കണ്ടോ? പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനെസിഫോറസിന്റെ. സഭക്കാരെല്ലാം അങ്ങനെ ആയിക്കോ, ഞാൻ അങ്ങനെ ആകത്തില്ല. എഫെസോസ് വിട്ട് ഒന്നിലധികം പ്രാവശ്യം കാരാഗ്രഹത്തിൽ റോമിൽ കിടക്കുന്ന ഉപദേശിയെ വിസിറ്റ് ചെയ്തു. ഇൻക്രെഡിബിൾ. മെജോറിറ്റി പറയുന്നത് നോ, ഇറ്റ്സ് നോട്ട് വർത്ത് ഇറ്റ്. അദ്ദേഹത്തിന്റെ കൂടെ പോയി അസോസിയേറ്റ് ചെയ്ത നമ്മുടെ ഭാവി എന്തായിത്തീരും? ഒനെസിഫറസിനെ പിന്മാറ്റാൻ ഒക്കത്തില്ല. He said, I will go. എഫെസോസിൽ ചെന്നു. എഫെസോസിൽ നിന്നും റോമിൽ ചെന്നു പൗലോസിനെ അസിസ്റ്റ് ചെയ്യാണ്. ഒനെസിഫറസിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാ. പൗലോസ് സ്ഥാപിച്ച എഫെസോസ് സഭയിലെ ഒരംഗമാണ്. അദ്ദേഹത്തിന്റെ മുഴു കുടുംബവും വിശ്വാസികളാണെന്നാണ് എനിക്ക് ധാരണ. കാരണം 16-ാം വാക്യം, 17-ാം വാക്യം, 18-ാം വാക്യം, 4-ാം അധ്യായം, 19-ാം വാക്യം, ഇവിടെയെല്ലാം നമുക്ക് കിട്ടുന്ന ആശയം അതാ. 18-ാം വാക്യം പറയുന്നത്, ഈ റോമിൽ പോകുന്നതിന് മുമ്പ് പോൾ എഫെസോസിലായിരുന്നപ്പോൾ തന്നെ പൗലോസിന് ശുശ്രൂഷ ചെയ്തിരുന്നെന്നാ. അപ്പൊ ആ കുടുംബം ഭയങ്കര കൈത്താങ്ങലായിരുന്നു. എപ്പോഴും ഒരു കാര്യം ഓർക്കണം കേട്ടോ, ദൈവസഭയായി ദൈവത്തിന് എക്കാലത്തും ഒരു ശേഷിപ്പ് ഉണ്ട്. ആരൊക്കെ എതിർത്തെങ്ങനൊക്കെ പാര വെച്ചാലും ദൈവത്തിനൊരു ശേഷിപ്പുണ്ട്. നാം ആസിയയിലുള്ള മറ്റുള്ളവരെ പോലെയല്ല, ഒനെസിഫോറസിനെ പോലെ ഉള്ള മനോഭാവം ഉള്ളവരായിരിക്കണം. ഭൂരിപക്ഷം വരുന്ന ആളുകളുടെ മനോഭാവമല്ല ഇദ്ദേഹത്തിനുള്ളത്. ഇദ്ദേഹത്തിന്റെ പേരിന്റെ അർത്ഥം സഹായം കൊണ്ടുവരുന്നവൻ, ഹെൽപ്പ് ബ്രിങ്ങർ. വേറെ ചിലര് പ്രോഫിറ്റ് ബ്രിങ്ങർ എന്നൊക്കെ പറയുന്നുണ്ട്. സഹായം കൊണ്ടുവരുന്നവൻ. ഒരു പക്ഷെങ്കിൽ എനിക്കൊരു ചിന്ത, ഇദ്ദേഹം ദൈവസഭയിലെ ഒരു ഡീക്കനാകാൻ സാധ്യത ഉണ്ടെന്ന്. ഡീക്കൻ എന്നുള്ള വാക്ക് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ ധരിക്കട്ടെ. അല്ലെങ്കിൽ നമ്മുടെ ഭാഷ പറഞ്ഞാൽ കമ്മിറ്റി അംഗമാകാൻ സാധ്യതയുണ്ട്. എന്താ അങ്ങനെ പറയാൻ കാരണം? 18-ാം വാക്യം വായിച്ചാൽ ഒരു വാക്ക് അവിടെ ഉണ്ട്. ഒന്ന് വായിച്ചേ ആ വാക്യം. ആ ദിവസത്തിൽ കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് അവന് സംഗതി വരുത്തട്ടെ. എഫെസോസിൽ വെച്ച് അവൻ എനിക്ക് എന്തെല്ലാം ശുശ്രൂഷ ചെയ്തു എന്ന്. ശുശ്രൂഷ എന്ന വാക്ക്, അതിന്റെ മൂലവാക്ക് പരിശോധിച്ചാൽ അവിടെ നിന്നാണ് ഡീക്കൺ എന്ന പദപ്രയോഗം ലഭിക്കുന്നത് എന്നതുകൊണ്ട് നിഗമനമാണ്. അല്ലാതെ ഞാൻ തറപ്പിച്ച് പറയല്ല. പോസിബിളി ഹി ഈസ് വൺ ഓഫ് ദ ലീഡേഴ്സ്. ഒരു ഡീക്കൺ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ പൗലോസ് എഫെസോസിൽ ശുശ്രൂഷിക്കുമ്പോഴും ഒനെസിഫറസ് വളരെ വിശ്വസ്തനായി എന്ന് പറഞ്ഞാൽ കുടുംബത്തിന്റെ കാര്യം പറയാതിരിക്കാൻ ഒക്കത്തില്ല. കുടുംബമായി വിശ്വസ്തനായിരുന്നു. അത് ഓർമ്മിച്ച് എടുത്തു പറയുക. ഇത് തിമോത്തിക്കറിയാം. തിമോത്തി ഇപ്പൊ എഫെസോസ് സഭയിലെ ശുശ്രൂഷകനല്ലേ. ഈ കുടുംബത്തെ നല്ല പരിചയമാണ്. അവരെത്ര വിശ്വസ്തരാണ് എന്നുള്ളത് തിമോത്തിക്കറിയാം. പ്രിയരെ, എല്ലാ പാസ്റ്റേഴ്സിനും ഈ അനുഭവം പറയാൻ കഴിയും. താഴ്വരയുടെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പൊതുജനം എന്ത് ചിന്തിക്കും എന്ന് കരുതാതെ ഉപദേശിമാരുടെ കഷ്ടതയിൽ ആ താഴ്വരയിൽ നേരെ നിന്ന വ്യക്തികളും കുടുംബങ്ങളും ഉണ്ട്. ഈ ചർച്ചിലുണ്ട്. പൊതുജനം ഒന്നും അറിഞ്ഞിട്ട് പോലും ഇല്ലാതെ രഹസ്യമായി നിന്നുകൊണ്ട് ഈ സഭയുടെ നിലനിൽപ്പിന് വേണ്ടി കാര്യമായി പ്രവർത്തിച്ച ആളുകളുണ്ട്, കുടുംബങ്ങളുണ്ട്, ചില സഹോദരിമാരുണ്ട്. അവരെ ഒന്നും നമുക്ക് മറക്കാനൊക്കത്തില്ല. അതെന്താ കാര്യം? They loved the gospel. സുവിശേഷത്തിന് വേണ്ടി അവർ നിന്നതാണ്. ആദ്യ കാലഘട്ടങ്ങളിലെ ഇവിടെ സിമത്തേരി ഇല്ല, ഇവിടെ സഭാഹോളില്ല, ഇവിടെ വസ്തുവില്ല, ഇവിടെ പണമില്ല, ഇവിടെ ഒന്നുമില്ല.
നാട്ടിലുള്ള പലരും നമ്മുടെ വീടുകളിൽ കയറി പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ മരിച്ചാൽ നിങ്ങൾ എവിടെ കൊണ്ട് കുഴിച്ചിടും? അന്ന് ആ സഹോദരിമാർ പറഞ്ഞ അവരോടുള്ള വാക്കെന്താണെന്നറിയാമോ? ഞങ്ങൾക്ക് വസ്തു കൊണ്ട് വസ്തുവിൽ കുഴിച്ചിടുമെന്ന്. They were not ashamed of the gospel. കടപ്രയിൽ ദൈവത്തിന്റെ വചനം ശബ്ദിച്ചപ്പോൾ സമുദായ പശ്ചാത്തലങ്ങളെ വിട്ടിട്ട് ഒന്നും കാണാതെ, വസ്തുവില്ല, ഹോളില്ല, സിമിത്തേരി ഇല്ല, ഒന്നുമില്ല, ഉപദേശിയുടെ കയ്യിലും ഒന്നുമില്ല. Why did they come? അവരൊരു സൂപ്പർ നാച്ചുറൽ മെസ്സേജ് കേട്ടതാ. And they trusted the gospel. എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്നറിയോ? ഓൾവേസ് ഗോഡ് വാസ് ഇൻ കൺട്രോൾ. ദൈവത്തിന്റെ സർവാധിപത്യം എപ്പോഴും, ആ സോവറിനിറ്റി ഓഫ് ഗോഡ്, ആ കൺട്രോൾ ഓഫ് ഗോഡ് ഈ ചർച്ചിന്റെ കൂടെ ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്തെല്ലാം കാര്യങ്ങൾ, എത്ര വിളച്ചിലുകൾ നടന്നിട്ടുണ്ടെന്നറിയോ? ഇന്ന് ഞാൻ ഈ പുൾപിറ്റിൽ നിന്ന് പ്രസംഗിക്കുന്നത്, നിങ്ങൾ ഇവിടെ കടന്നു വന്ന് ഈ സീറ്റുകളിൽ ഇരിക്കുന്നത്, ചിലർ ഇതിനു വേണ്ടി വില കൊടുത്തു, ചിലർ ഇതിനു വേണ്ടി വില കൊടുത്തു. ഒനേസിഫോറസുകൾ ഈ ചർച്ചിൽ ഉണ്ട്. അതോർത്ത് ദൈവത്തിന് സ്തോത്രം. അവർ ഒരിക്കൽ പോലും ഈ പുൾപിറ്റിന്റെ പിറകിൽ വരാൻ ആഗ്രഹിച്ചിട്ടില്ല. ഞാനിത് പറയുമ്പോഴും ഇവരാരാണെന്ന് നിങ്ങളിൽ ഒറ്റയാൾക്കറിഞ്ഞുകൂടാ. മേ ബി ഒരു കുടുംബത്തിന് ചിലപ്പോൾ അറിയാം. രാഷ്ട്രീയപരമായ കാര്യങ്ങൾ പോലും വരേണ്ടി വന്ന സമയത്ത് വലിയ അധികാരികളുടെ മുൻപിൽ നിന്ന് സഭയ്ക്ക് വേണ്ടി നിന്ന ആളുകൾ ഈ ചർച്ചിലുണ്ട്. അല്ലാതെ ഇതിപ്പോ ഇങ്ങോട്ട് വന്ന് 10:30 10:30, പക്ഷെ 11 നമുക്ക് വാഗേ 11 വന്ന് ചളക്കോ നമ്മളോട്ട് ഇരുന്നേച്ച് എന്തെങ്കിലും കേട്ടിട്ട് പിന്നെ പ്രൈസലോ എന്നിട്ട് പോയി. അത് കൂട്ടായ്മയല്ല. അംഗത്വമുണ്ടോ? ചർച്ച നമ്മുടേതാണെന്നൊരു ചിന്തയുണ്ടോ? സുവിശേഷം എന്താ, സഭ എന്താ അറിയാമെന്ന ധാരണ, പക്ഷെ വ്യക്തിപരമായ ജീവിതത്തിലായത് വെളിപ്പെടുന്നത്. സ്തോത്രം. മാറണം, നമ്മൾ മാറണം. ഇത്രയും വചനം കേട്ടിട്ട് അങ്ങനെ വളരെ ചുരുക്കം സഭകളെ കേരളത്തിലുള്ള ഞാൻ മനസ്സിലാക്കുന്നത് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എന്നിട്ട് നമുക്ക് നമ്മളെ തിരുത്തി ഈ പത്യവചനം, സത്യത്തെ സ്നേഹിക്കാൻ, യേശു തമ്പുരാനെ സ്നേഹിക്കാൻ, ഉള്ളു തുറന്ന് വില കൊടുത്ത് സ്നേഹിപ്പാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ സംതിങ് ഈസ് സീരിയസ്ലി റോങ് വിത്ത് യു. എല്ലാ പാസ്റ്റർമാരും ഇങ്ങനെയുള്ള ഒനേസിഫോറസുകളെ മറക്കത്തില്ല. ജയിലിൽ കിടന്ന് അടുത്ത ദിവസങ്ങളിൽ ശിരസ് ഛേദിക്കപ്പെട്ട് മരിക്കാൻ പോകുന്ന ആള് ഓർമ്മ ഇങ്ങോട്ട് എടുക്കുക. ഓർമ്മയിൽ ആത്മനിർവൃൽ പറയാൻ, there's this man Onesiphorus. Oh, I can't forget him. എടാ, നീ അവനെ പോലെ ആകണമെന്നായി പറയുന്നതിന്റെ അർത്ഥം. അല്ലാതെ ബാക്കിയുള്ളവർ കണ്ട് അവര് ചാഞ്ചാടി പേടിച്ച് ഇരിക്കുന്നത് കണ്ടിട്ട് നീ അങ്ങനെ ആകരുത്. അതിനാണ് ഇവിടെ പറയുന്നത്. ഒനേസിഫോറസിന്റെ ആ കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ 15-ാം വാക്യത്തിൽ എല്ലാവരും അദ്ദേഹത്തെ കൈവിട്ടു. എല്ലാവരിൽ നിന്നുള്ള എക്സെപ്ഷനാ ഒനേസിഫോറസ്. നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് ഇത് പറയുമോ? നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് പറയുമോ? ക്ലേശം വരുമ്പോ പൊടി തട്ടി പിന്നെന്താ അടുത്തടുത്തേക്ക് പോവുക. ഇതാണ് കേരളത്തിന്റെ സ്ഥിതി. സ്തോത്രം. ഇവർ എഫെസോസിലെ ആ സഭയിലെ ഒരു കുടുംബമാണ്. ഈ മനുഷ്യൻ നോക്കി അവിടെ എഴുതിയിരിക്കുന്നത്, പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായി. പലപ്പോഴും എന്ന് പറഞ്ഞാലേ എഫെസോസിൽ ഫ്രീ ആയിട്ടിരിക്കുക കേട്ടോ, എന്നാ പിന്നെ നമുക്ക് റോം വരെ ഒന്ന് പോയിട്ട് നോ. പലപ്പോഴും വില കൊടുത്ത് ഈരുടിച്ചാണ്. പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായി. എന്താ ഈ തണുപ്പിക്കുക എന്ന് പറഞ്ഞ്? ഇംഗ്ലീഷ് വാക്ക് അത് കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. റിഫ്രഷ് ചെയ്യുക. ഈ ഗർഭത്തിനകത്ത് കിടക്കുക. മേളിലോട്ട് നോക്കിയാൽ ഒരു വലിയ കുഴിക്കകത്ത് കിടക്കുക. ജസ്റ്റ് എ ഹോൾ, ആകാശം, ഒരാളും കൂട്ടായ്മയില്ല. അങ്ങനെ കിടക്കുമ്പോൾ ഈ മനുഷ്യൻ യാത്ര ചെയ്തു വന്ന് പറയാം,
I stand with you because he loved the gospel. സ്തോത്രം. ഏറ്റവും മോശപ്പെട്ട ഈ സാഹചര്യത്തിൽ ഈ മനുഷ്യൻ കടന്നു വരുന്നത് പൗലോസിന്റെ അന്തരാത്മാവിൽ ഉണർവ് വരികയാണ്. He is revived. എല്ലാ ദൈവദാസന്മാരും ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകും. അവരുടെ ഒന്നും കാര്യങ്ങൾ പരസ്യമായി ആരും അറിയത്തില്ല. They need to be revived. അതും പല തവണ അദ്ദേഹം വന്നെന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? സുവിശേഷത്തെ അദ്ദേഹം സ്നേഹിക്കുന്നു. വാസ്തവത്തിൽ ധൈര്യശാലിയ. He is bold. He is courageous. ഈ സമയത്ത് പൗലോസിനെ വിസിറ്റ് ചെയ്യുക, ബലപ്പെടുത്തുക. എന്താ സദൃശ്യവാക്യം 17 പറയുന്നത്? സ്നേഹിതൻ എല്ലാ കാലത്തും സ്നേഹിക്കുന്നു, അനർത്ഥകാലത്ത് അവൻ സഹോദരനായി തീരുന്നു. പൗലോസ് ഒനസിഫോറസിന്റെ കാര്യം തിമോത്തിയോട് പറയുന്നത് തിമോത്തിയെ ബലപ്പെടുത്താൻ വേണ്ടിയാണ്, പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ്. ഒരിക്കലും സുവിശേഷത്തെ കുറിച്ചോ പൗലോസിനെ കുറിച്ചോ ഒരു ലജ്ജയും തിമോത്തിക്ക് ഉണ്ടാകരുത്. ശുശ്രൂഷയിൽ ഒരു പ്രാവശ്യം പോലും പിന്നോട്ട് പോകരുത്. മറ്റു പല ആളുകളും പലതും പറയുമ്പോൾ ഭയം അകത്ത് വരാതെ ശക്തമായി സുവിശേഷം പറഞ്ഞ് ദൈവവചനം പറഞ്ഞ് മുന്നോട്ട് പോകാൻ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകളാണ് ഇത്. സ്തോത്രം. 16 വാക്യത്തിന്റെ 2 ഭാഗം, ഒനസിഫോറസിന്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ. എന്തിനാ കുടുംബം? ഒനസിഫോറസിന് കരുണ ലഭിക്കട്ടെ എന്ന് പറഞ്ഞാൽ പോരെ. എന്തിനാ കുടുംബം? ഈ കുടുംബം ഭയങ്കര ദർശനമുള്ള കുടുംബമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുടുംബത്തിന്റെ നേതാവിന് സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ കർത്തൃദാസനെ പല ആവർത്തി എഫെസോസിൽ നിന്ന് ട്രാവൽ ചെയ്ത് റോമിലേക്ക് കടന്നു പോകണമെങ്കിൽ ഈ കുടുംബം വില കൊടുത്തിട്ടുണ്ട്. ആ കുടുംബത്തിന് may they have the mercy of God. അദ്ദേഹത്തിന്റെ സമയം, സാമ്പത്തികം മാത്രമല്ല, ഹൈ റിസ്കിലായി പോകുന്നത്. പോയിട്ട് തിരിച്ചു വരുമോ അമ്മാമേ അറിഞ്ഞുകൂടാ, പക്ഷെ അദ്ദേഹം പോകും. ഞങ്ങൾ പ്രാർത്ഥനയോടെ അദ്ദേഹത്തെ അയച്ചു. അതാണ് ആ കുടുംബത്തിന്റെ മനോഭാവം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആൻഡ് പോൾ അത് മറക്കുന്നില്ല. അല്ലാതെ അച്ചാച്ചൻ പോണ്ട, ഇടിയൊന്ന് പോയി നോക്കാം, വേണ്ട അച്ചാച്ച, അതല്ല. സോദരം, അച്ചാച്ചന് വല്ലതും സംഭവിച്ച പിന്നെ എന്റെ കാര്യമെന്നാ. ഈ എന്റെ കാര്യമായി ഈ വിഷയം. എടാ, വീട്ടിൽ ഇരുന്നാ തീരത്തില്ലയോ? പോയിട്ടല്ല, വീട്ടിൽ ഇരുന്ന പോത്തില്ലേ? ഓ, കാർ ഓടിച്ച് ഇടിച്ചു, അതെന്തിനാ? വീട്ടിൽ അങ്ങോട്ട് ഇറങ്ങിയപ്പോ തെറ്റി താഴെ കിടന്നു, നെറ്റി വന്ന് താഴോട്ട് ഇടിച്ചു, തീർന്നില്ലയോ? ആ കുടുംബത്തിന് ദർശനമുണ്ട്. ഇതാ സുവിശേഷ വേല. ഇങ്ങനെയാണ് സുവിശേഷത്തെ സ്നേഹിക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം പാപമാണ്. ഈ പാപത്തിന് ദൈവം തമ്പുരാൻ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ പരിഹാരമുണ്ടാക്കി എന്നത് നമ്മുടെ തലച്ചോറിനകത്ത് ഇത് മനസ്സിലായെങ്കിൽ ഈ നിത്യമായ സത്യത്തിന് വേണ്ടിയല്ലേ ജീവൻ പോയാലും നിൽക്കേണ്ടത്. ഇതല്ലേ പറയേണ്ടത്, ഇതല്ലേ പ്രചരിപ്പിക്കേണ്ടത്. അപ്പോഴാണ് ഒരാൾക്ക് ഒരു ആപത്തുണ്ടായി സുവിശേഷ വേലയിൽ കൈത്താങ്ങൽ കൊടുക്കുക. ഈ സമയത്ത് വാസ്തവത്തിൽ നമ്മൾ പെർസിക്യൂട്ടഡ് ആയിട്ടുള്ള നമ്മുടെ കർത്തൃദാസന്മാരെ ഓർക്കണം. അവരുടെ ആലയങ്ങൾ കത്തിച്ചാമ്പലാക്കുന്നു, ഭവനങ്ങൾ കയറി മെതിച്ചിടുന്നു, അവരുടെ വേണ്ടപ്പെട്ടവരെ മൃഗീയമായി മർദ്ദിക്കുമ്പോൾ അവരെ ഓർക്കണം, പ്രാർത്ഥിക്കുകയും കൈത്താങ്ങൽ പണം കൊടുക്കണം. That's the gospel. സ്തോത്രം. കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ. ശരിക്കും ഒരു ബ്ലെസ്സിങ് അവിടെ അപ്പോസ്തലൻ പറയുകയാണ്. വളരെ ബോൾഡായിട്ടാണ് ഈ കർത്തൃഭൃത്യൻ പൗലോസിനെ ശുശ്രൂഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാണ്, ഒനസിഫോറസിന്റെ. എന്നിട്ടും
ശുഷ്കാന്തിയോടെ എരിവോടെ അദ്ദേഹം ചെന്ന് ശുശ്രൂഷിക്കുന്നത് താൻ കാരാഗ്രഹത്തിൽ കിടന്ന് ഓർക്കുകയാണ്. 17-ാം വാക്യത്തിൽ അവൻ എൻ്റെ ചങ്ങലയെക്കുറിച്ച് ലജ്ജിക്കാതെ എന്ന് പറയുമ്പോൾ, എടാ തിമോത്തി, ഡോണ്ട് ബി അഷൈംഡ്. ഐ ആം ഇൻ ചെയിൻസ്. ഞാൻ പ്രിസണിലാണ്. ഒത്തിരി പേർക്ക് എന്നെ കുറിച്ച് ലജ്ജയായി പോയി, അതുകൊണ്ടാണ് എന്നെ വിട്ടു പോയത്. പക്ഷേ ഒനസിഫറസിന്റെ കാര്യം നിനക്കറിയാമല്ലോ. അവൻ എൻ്റെ ചങ്ങലയെക്കുറിച്ച് ലജ്ജിച്ചില്ല. അതെന്താണ്? സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. സുവിശേഷവും സുവിശേഷം കൃത്യമായി പ്രചരിപ്പിക്കുന്ന ആളും തമ്മിലുള്ള ബന്ധമുണ്ട്. അവൻ എൻ്റെ ചങ്ങലയെക്കുറിച്ച് ലജ്ജിക്കാതെ, ഞാൻ റോമയിൽ എത്തിയ ഉടനെ താല്പര്യത്തോടെ എന്നെ തിരഞ്ഞു. എല്ലാവരും കൂടെ നിർബന്ധിച്ചു, ഞാനങ്ങ് പോകാം. ഒത്തിരി ഞാൻ നോക്കി, പക്ഷെ എല്ലാം നോക്കത്തില്ല, അവർ വിടത്തില്ല. പിന്നെ കമ്മിറ്റി അംഗം എന്ന നിലയിൽ ഞാൻ അങ്ങ് പോയതാ. അങ്ങനല്ല, താല്പര്യത്തോടെ എന്നെ തിരഞ്ഞ് കണ്ടെത്തുകയും ചെയ്തു. അവൻ എൻ്റെ ചങ്ങലയെക്കുറിച്ച് ലജ്ജിക്കാതെ. സ്തോത്രം. അതെന്താണ്? ഒനസിഫറസിന്റെ ഒരു ഉദാഹരണം ഇവിടെ എടുത്തു പറയാണ്. 24 മണിക്കൂറും ഒരു റോമൻ പട്ടാളക്കാരനോട് ചങ്ങലയിട്ട് ബന്ധിക്കപ്പെട്ടവനായി കിടക്കുകയാണ്. എന്തെല്ലാം എക്സ്ക്യൂസുകൾ ഒനസിഫറസിന് പറയാറുണ്ട്. ഇപ്പോഴല്ല നമ്മൾ പോയി കാണേണ്ടത്, അല്ലേ? എന്തെല്ലാം കാര്യങ്ങൾ പറയാറുണ്ട്. ഇതൊന്നും വകവെക്കാതെ വളരെ അപകടം നിറഞ്ഞ ഈ യാത്രയ്ക്ക് അദ്ദേഹം തയ്യാറാകുകയാണ്. എഫെസസിൽ നിന്നും റോമിലേക്ക്. എന്നിട്ട് പറയുകയാണ്, എന്നെ തിരഞ്ഞ് കണ്ടെത്തുകയും ചെയ്തു. അതെന്തിനാ ഇത്രയും തിരച്ചിലൊക്കെ? വളരെ ഈസി ആയിട്ട് അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല. ഏത് പ്രിസനാണ്, എവിടെയാണ്, തിരഞ്ഞ് കണ്ടെത്തി. എന്താ ഇത്രയും വില കൊടുത്തെന്നറിയാം? 3ാമത്തെ മിഷണറി യാത്രയിൽ ഈ അപ്പോസ്തോലൻ ആ നാട്ടിൽ വന്ന് സുവിശേഷം പറഞ്ഞു. 3 വർഷം അവിടെ നിന്ന് സുവിശേഷം പ്രചരിപ്പിച്ചു. ഇവരൊക്കെ ആ സത്യവചനം, നിത്യനായ ദൈവത്തെക്കുറിച്ചും അവിടുന്ന് ഒരുക്കിയ രക്ഷണ്യ പദ്ധതിയൊക്കെ കേൾക്കാൻ കാരണമായത് ഈ പോളിൽ നിന്നാണ്. അദ്ദേഹം അപകടത്തിലാണ്. ഐ കനോട്ട് സിറ്റ് അറ്റ് ഹോം. ഞാൻ സ്വർഗത്തിൽ പോകാൻ കാരണം ഈ മനുഷ്യനെ ദൈവം ഉപയോഗിച്ച് ഈ നിത്യസത്യം എനിക്ക് കൈമാറിയതാ. ഐ വിൽ ഗോ. ബ്രദറെ, പക്ഷെ കൂടെ വരാൻ ആരുമില്ലെങ്കിലും എന്റെ ജീവൻ ഇതോടുകൂടി പോകുകയാണെങ്കിൽ ഐ വിൽ ഗോ. കുടുംബത്തെ പുറകിൽ ഇട്ടുകൊണ്ട് റിസ്ക് എടുത്ത് പോകുക. കാരണം സുവിശേഷമാണ്. ഈ സുവിശേഷം ഈ മനുഷ്യനാണ് പങ്കുവച്ചത് നമ്മുടെ നാട്ടിൽ. ഈ മനുഷ്യൻ നിമിത്തമാണ് ദൈവസഭ ഉടലെടുത്തത്. അയാൾക്കൊരു കുഴപ്പം വന്നപ്പോൾ ഞാൻ നോക്കി നിൽക്കത്തില്ല. ഐ വിൽ ഗോ. കണ്ടോ കാര്യം? ഇന്നോ ആർക്കെന്താ പോയി? ആർക്കെന്നാ? സ്തോത്രം. പൗലോസിന്റെ വിശ്വസ്തതയായിരുന്നു. അദ്ദേഹം ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു. ഒരു പക്ഷെങ്കിൽ ഈ ഒനസിഫറസ് കേട്ട സുവിശേഷം പൗലോസിൽ നിന്നാകാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് പൗലോസിനോടുള്ള നന്ദിയാണിത്. എനിക്ക് പൗലോസിനെ അനുഗ്രഹിക്കണം. I want to bless Paul. I will go there. ഞാൻ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് റിഫ്രഷ്മെന്റ് കൊണ്ടുവരും. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാന് ഇത് ലൈവായിട്ട് പോവുകയാണ്. വിവിധ സഭകളിൽ പോകുന്ന ആളുകളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ലോക്കൽ ഉപദേശത്തെക്കുറിച്ച് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? പൗലോസ് പറയാ, പലപ്പോഴും എൻ്റെ ഹൃദയത്തെ ഇവൻ തണുപ്പിച്ചെന്ന് ഓർക്കുകയാണ്. ഇത് മറക്കാനൊക്കത്തില്ല. What a man this man. അദ്ദേഹത്തിന്റെ സമയം, അദ്ദേഹത്തിന്റെ എഫേർട്ട്, മുന്നിൽ അപകടം ഉള്ളത് അറിഞ്ഞിട്ടും വകവെക്കാതെ പോവുക, അതൊരു ഈസി ടാസ്ക് അല്ല. ഒനസിഫറസ് പെർസിസ്റ്റ് ചെയ്തു. He went. ഈ വചനം കേട്ടിട്ട് അടുത്ത ഒരു നോട്ടൂടെ എഴുതി പോകരുത്. Lord help me to love the gospel. ഗോസ്പൽ പ്രചരിപ്പിക്കുന്നവരെ സ്നേഹിക്കാൻ, ഗോസ്പൽ പ്രസംഗിക്കുന്ന സഭയിൽ അംഗത്വമെടുക്കാൻ, അവരുടെ കൂടെ ഐഡന്റിഫൈ ചെയ്യാൻ. ലെറ്റ് മീ ഡൈ ഫോർ ദ ഗോസ്പൽ.
സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അല്ലാതെ ഇത് എന്തുവാ ഒരു ഈസി കം ഹാവ് എ നൈസ് ടൈം. AC കൂടെ ആക്കിയായിരുന്നേ നല്ലതായിരുന്നു. യു ആസ്ക് പൗലോസിനോടോ ഒനസിഫറിനോടോ തിമോത്തിയോടോ ഒക്കെ ചോദിക്കണേ, എങ്ങനെ ഉണ്ടായിരുന്നു? AC ഉണ്ടായിരുന്നു എഫെസോസിൽ? കമണ് വീണ് കിടന്ന് ചിരിക്കും. നമ്മുടെ പ്രയോറിറ്റി ഇതൊക്കെയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ഒരു ക്ലോസിംഗിലേക്ക് കൊണ്ടുവരികയാണ്. ദൈവത്തോട് നന്ദിയുള്ളവനാണ് ഒനസിഫറസ്. അതോടൊപ്പം ദൈവത്താൽ അയക്കപ്പെട്ടവനായ പൗലോസിന്റെ കാര്യം. അതുകൊണ്ട് അദ്ദേഹം പൗലോസിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വ്യക്തിപരമായി കടന്നുപോയി അദ്ദേഹത്തിന് കൈത്താങ്ങൽ കൊടുക്കാനായിട്ട് സ്വന്തം ജീവനെ കൊണ്ട് അദ്ദേഹം റിസ്ക് ചെയ്ത് പോവുക. 18-ാം വാക്യത്തിൽ, ആ ദിവസത്തിൽ കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് അവന് സംഗതി വരട്ടെ. അവന് കരുണ ലഭിക്കണം ആ ദിവസം എന്ന് പറഞ്ഞ മോനെ, ഇതെല്ലാം നീ ചെയ്തില്ലേ? There is a day of reckoning. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. അന്ന് ഒനസിഫറോസിനെ അവിടെ കാണാം, പ്രതിഫലം കിട്ടും. എന്തുകൊണ്ട്? സകലരും തഴഞ്ഞു, എന്റെ ദാസന് വേണ്ടി നീ നേരെ നിന്നു. Many times he refreshed my heart. There is a reward in heaven. ആ ദിവസം അവന് കരുണ ലഭിക്കട്ടെ. ഈ എക്സാമ്പിൾ ഇപ്പൊ തിമോത്തിയോട് പറയുന്നത് എന്തിനാ? എടാ തിമോത്തി, സ്റ്റാൻഡ് അപ്പ്. എവിടെങ്കിലും ആരെങ്കിലും ഏതാണ്ട് പറഞ്ഞപ്പോൾ നീ ആടിപ്പോകരുത്. നമ്മുടെ ചർച്ചിലുള്ള ഒനസിഫറസിനെ നിനക്കറിയത്തില്ലേ? He refreshed my heart. അല്ലാതെ ചർച്ച് ചുമ്മാ ഇവിടെ വന്നിരുന്നു, പിന്നെ വീട്ടിൽ പോവുക, പിന്നെ അടുത്ത ഞായറാഴ്ച വരിക. ചർച്ചിൽ എന്താ നടക്കുന്നത്? നിങ്ങൾക്ക് എന്ത് സുവിശേഷമാണ് അറിയാമെന്ന് ഈ പറയുന്നത്? അകം സുവിശേഷത്താൽ മാറിയിട്ടുണ്ടെങ്കിൽ പരസ്പരമുള്ള സ്നേഹവും ബന്ധവും വില കൊടുക്കുന്ന അനുഭവവും ഒക്കെ വരത്തില്ലേ? അല്ല, ഞാനെന്ത് ചെയ്യും? ഞാൻ സ്വർഗത്തിൽ പോകും. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ കൂട്ടു സഹോദരന്മാരുമായിട്ടൊരു ബന്ധമില്ലേ? ഏത് സുവിശേഷമാണ് നിങ്ങൾ കേട്ടെ? ഒരു ഉത്തരവാദിത്വം ഇല്ലേ? ഗെറ്റ് ഇൻവോൾവ്. ആ ദിവസത്തിൽ കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് അവന് സംഗതി വരട്ടെ. എഫെസോസിൽ വെച്ച് അവൻ എനിക്ക് എന്തെല്ലാം ശുശ്രൂഷ ചെയ്തു എന്ന് നീ നല്ലവണ്ണം അറിയുന്നവല്ലോ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ റോമിൽ കിടക്കുക, സഭയിൽ എഫെസോസിലായിരുന്നപ്പോൾ അവൻ എന്തെല്ലാം ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഹി സെർവ്ഡ് മീ. നിനക്കത് അറിയാമല്ലോ. അധികം നമ്മൾ ചിന്തിക്കാത്ത ഒരു കഥാപാത്രമാണ് ഒനസിഫറസ്. ഈ പൗലോസുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഈ നല്ല റിലേഷൻഷിപ്പ് വർഷങ്ങളായിട്ടുള്ളതാണ്. അല്ലാതെ ജയിലിൽ ഇട്ടപ്പോൾ പെട്ടെന്നൊരു അനുഭൂതിയൊന്നും വന്നതല്ല. എഫെസോസിൽ കർത്തൃവേലയിലായിരുന്നപ്പോഴും ഹി സെർവ്ഡ് പോൾ. അതെങ്ങനെയാ? ഹി റെക്കഗ്നൈസ്ഡ് പോൾസ് കോളിംഗ്. ദൈവത്താൽ നിയോഗിതനാണ്. അദ്ദേഹം സംസാരിക്കുന്ന വചനത്തിന്റെ വെളിപ്പാട്. ഐ ലവ് ദ ഗോസ്പൽ, ഐ ലവ് പോൾ. അല്ലാതെ പോളിനെ കണ്ടപ്പോ എന്താ വേറെന്നറിയാം, ആ 3-piece സൂട്ടും ആ ഒരു വരുന്ന വരവ് കണ്ടാൽ, പൗലോസിനെ കണ്ടാൽ ഇത് തോന്നത്തില്ല. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 4 അടി 11 ഇഞ്ചുള്ള ഒരു ബീക്ക് നോസ്ഡ് ആയിട്ടുള്ള ഒരു കഷണ്ടി മനുഷ്യനാണ് ഇപ്പോൾ. ഇറ്റ്സ് എ വെരി സ്മോൾ സ്റ്റേച്ചറിൽ. ആ മനുഷ്യനാണ് ആ കാലഘട്ടത്തിലെ ദൈവിക വെളിപ്പാട് കൊണ്ട് നടന്നത്. Onesiphorus recognized that this is the man. അല്ലാതെ എനിക്ക് അവര് പറയുന്ന ഞാൻ യൂട്യൂബിൽ കയറി, ഒനസിഫറസ് യൂട്യൂബിലല്ല, യൂട്യൂബ് കയറി അവൻ്റെയും കേട്ടി ഇവൻ്റെയും കേട്ടി. ഇപ്പൊ ഏതാകാ? ഇന്നലെ ഒരുത്തൻ വേറെ ആണ്ട് വിളിച്ചു പറയുന്നത് കണ്ടു. എഫെസോസിൽ വെച്ച് അവൻ എനിക്ക് എന്തെല്ലാം ശുശ്രൂഷ ചെയ്തു എന്ന് നീ നല്ലവണ്ണം അറിയുന്നവല്ലോ. അപ്പൊ ഇപ്പൊ എവിടെയാ പൗലോസേ? ഞാൻ റോമിൽ കാരാഗ്രഹത്തില. ഒനസിഫറസേ, ഇഷ്ടം പോലെ ചെയ്തില്ലേ?
ഞാൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു, ഞാൻ വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പം ഒന്നും ചെയ്യാനൊക്കത്തില്ല ബ്രദറെ. കാരാഗ്രഹത്തിൽ കിടക്കുക, ഏതായാലും മരിക്കും, സ്വസ്ഥമായിട്ട് മരിക്കട്ടെ. ഇവിടെ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ള വലിയ പ്രാഗൽഭ്യമുണ്ട്. നിങ്ങൾ ആരും ചെയ്തില്ല, ഞാൻ ചെയ്തു. അങ്ങനെ നിന്നില്ല. I will go to Rome and minister to the apostle. നമ്മുടെ ഹൃദയം മാറട്ടെ, സുവിശേഷത്താൽ നിറയട്ടെ. ഒന്നാമത് നമ്മുടെ ഈ സെൽഫ് സെന്റേർഡ്നെസ് മാറണം. ഞാൻ ഇതേ ഉള്ളൂ. നമ്മുടെ കെട്ടൊന്ന് പൊട്ടിയിട്ട് വേണം മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാൻ. ഒറ്റപ്പെടുന്ന ആളുകളെ കാണണം. സുവിശേഷം നിമിത്തം പരിഹസിക്കപ്പെടുന്ന, നിന്ദിക്കപ്പെടുന്ന, ശരീര ഉപദ്രവം അനുഭവിക്കുന്ന ആളിനെ കണ്ടെത്തി കൂടെ ഇരിക്കണം. ആ സമയം വിലയേറിയതാണ്. ഈ വചനം നമ്മുടെ ഹൃദയത്തെ മാറ്റട്ടെ പ്രിയരെ. സുവിശേഷത്തെ സ്നേഹിക്കുന്നുണ്ടോ? You will love the preachers who stand for the truth of the gospel. സുവിശേഷത്തെ സ്നേഹിക്കുന്നുണ്ടോ? You will love the church who present the gospel without watering it down. നമുക്കതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കണ്ണുകൾ ദിവസം അടയ്ക്കാം. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഇന്ന് നമ്മൾ ചിന്തിച്ച ഈ വചനത്തിന്റെ ബേസിസിൽ നിങ്ങളുടെ ഹൃദയത്തിലെങ്ങാനും കുറവ് വന്നുപോയി എന്ന് നമുക്കുണ്ടോ? Have we tried to avoid? പ്രശ്നമാ, പോണ്ട, അയാളുമായിട്ടുള്ള വേണ്ട, ഒഴിഞ്ഞു മാറുകയാണോ? സത്യത്തിന് വേണ്ടി നിൽക്കുകയായിരുന്നു. സുവിശേഷം ഞാൻ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ വില കൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ മാറണം. നമ്മൾ മാറണം. സുവിശേഷം നമ്മുടെ അകത്ത് കയറി പിടിക്കട്ടെ. നിങ്ങൾ എത്ര പേർ തയ്യാറാണ്? കർത്താവേ, ഈ ഒനസിഫോറസിന്റെ ആ എക്സാമ്പിൾ പോലെ എനിക്ക് അങ്ങനെ ആകാൻ ആഗ്രഹമുണ്ട്. ഇത് സ്വയത്തിൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള ബലത്തിലൊന്നും നടക്കത്തില്ല. ഇതിനാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണ്ടത്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? സത്യത്തിന് വേണ്ടി നിൽക്കുന്നവരെ എനിക്ക് ബാക്ക് ചെയ്യണം. സത്യത്തിന് വേണ്ടി നിൽക്കുന്ന സഭയെ എനിക്ക് ബാക്ക് ചെയ്യണം. ആരിട്ടേച്ച് പോയാലും ഞാൻ പോത്തില്ല. തയ്യാറാണോ? അങ്ങനെയുള്ളവരുടെ കരമൊന്ന് കാണട്ടെ. സത്യത്തിന് വേണ്ടി എനിക്ക് നിൽക്കണം. സത്യത്തിന് വേണ്ടി നിൽക്കണം. പ്രൈസ് ദി ലോർഡ്.